വാസുവേ, ഇന്നെന്താ നേരത്തെ? വണ്ടിക്ക് ശകലം പണിയുണ്ട്. BA കാരൻ ടാക്സി ഓടിച്ച ഇങ്ങനെ. ഏതായാലും MA കാരൻ നിലവിഴുന്നതിനേക്കാളും ഭേദമായിരിക്കും. വാടാ, ഒരു ചായ അടിച്ചിട്ട് പോ. അക്കന്റെ പറ്റുന്നില്ല. എന്നാലേ നീ ഇങ്ങോട്ട് വന്നടി. എടോ വാക്കനെ പിള്ളേ, അധികം കടുപ്പത്തിൽ ചായ കുടിച്ചാലേ ചങ്ക് വാടി പോകും, പറഞ്ഞേക്ക. എന്താടാ ഭാസ്കര, പതിവില്ലാതെ ഒരു ചായ കൂടി? അയ്യോ, ദാസപ്പൻ ചേട്ടന്റെ ഭാഗ്യം എനിക്കുണ്ടോ? ചായയുടെ വില കൊടുത്ത് ചായ കുടിക്കാനും. ദാസപ്പൻ ചേട്ടൻ അങ്ങോട്ട് കയറിയിരി. ശേഖരമുള്ള നിൽക്കുമ്പം ഞാൻ കയറി ഇരിക്കുന്നത് ശരിയാണോ തങ്കമ്മേ? ശേഖരമുള്ള ചേട്ടന്റെ കസേരയിൽ ആർക്ക് കയറി ഇരിക്കാം. തങ്കമ്മേ, അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നേച്ചും പിന്നെ വരാം. ദാസപ്പൻ ചേട്ടന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയും കാപ്പിയും കുടിക്കാൻ തങ്കമ്മക്കന്റെ കടയിൽ തന്നെ വരണോ? തങ്കമ്മേ, എന്താടാ ചാത്ത, കാപ്പി കുടിക്കുമ്പോഴും തലേക്കെട്ടും തൊപ്പിയൊക്കെ തലേ തന്നെ വേണോ? തലയെക്കെട്ടും തൊപ്പിയൊക്കെ എന്റെ തലയിലല്ലേ ഇരിക്കുന്നേ. സോഷ്യലിസം ഒക്കെ പത്രത്തിലേ വന്നിട്ടുള്ളൂ. ഇനി നാട്ടിലോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇദ്ദേഹം വന്ന കാര്യം സാധിച്ചിട്ട് അങ്ങ് പോയാട്ടെ. അതെടുക്ക്, എടുത്തു കൊടുക്ക്. എടുക്കാൻ രാമു, ദാസപ്പന്റെ കൈയുടെ ചൂട് ശരിക്കും അറിഞ്ഞിട്ടില്ല. പോട്ടെ കുഞ്ഞ്, ഇത് ഞാൻ എടുക്കടാ. മര്യാദയ്ക്ക് പറയുന്നതനുസരിക്കും. നീ ആരാടാ എന്നെ അനുസരിപ്പിക്കാൻ? നീ കുറെ നാളായി ഈ നാട്ടിലെ പാവങ്ങളെ വിരട്ടി കഴിയുന്നു. എടാ, എടുത്തു കൊടുക്കാൻ. നീ അങ്ങോട്ട് എടുത്തു കൊടുക്ക്. എടുത്തു കൊടുക്കടാ. ഇവിടെ ആരുമില്ലേ? വാസന്റെ സ്ഥിരം ഭക്താണല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇന്നെനിക്ക് ഈ തിങ്കളാഴ്ച വ്രതമാ. തിങ്കളാഴ്ച വ്രതം നല്ലതാ, വേഗം വിവാഹം നടക്കും. വിവാഹം താമസിച്ച് നടന്നാലും മതി, ഭർത്താവ് നല്ലവനായിരിക്കണം. വാസന്തി, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് ജോലി കിട്ടി. BSc പാസ്സായ നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടി. MA പാസ്സായ നിന്റെ ചേട്ടൻ ഇപ്പോഴും കലപ്പയും കാളയുമായി നടക്കുന്നു. രാമു ചേട്ടനെ ഈ സർക്കാർ ഉദ്യോഗത്തിലൊന്നും വലിയ താല്പര്യമില്ല. ഏതായാലും നീ രക്ഷപ്പെട്ടല്ലോ. വാസന്തിയുടെ അച്ഛൻ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പോഴേ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ചതും എന്നെ പ്രത്യേകമായി ഒന്ന് കണ്ടേക്കണം കേട്ടോ. എപ്പോഴാ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത്? പിന്നെ ഞാൻ തൊഴുതിട്ട് വരട്ടെ, നാളെ കാണാം. ഇത്തവണത്തെ വൈക്കോല് പോലും കൊണ്ടുപോയി. നെല്ലിനോ വിലയില്ല, പിന്നെ വൈക്കോല് കിട്ടിയിട്ട് എന്നാ കാര്യം? ഇനിയുള്ള കാലം കൃഷിപ്പണി കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ചാത്ത. എന്നിട്ട് നമ്മുടെ രാമുക്കുഞ്ഞ് പറയണത് കൃഷിപ്പണി സർക്കാർ ഉദ്യോഗത്തെക്കാളും നല്ലതാണെന്നല്ലേ? MA ജയിച്ചവൻ കൂലിക്കാരെ പോലെ വയലിൽ കിടന്ന് ജോലി ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് തൊലി പൊള്ളിയുന്നു. കാണുന്നവരെല്ലാം അത് തന്നെയാ പറയണത്. ഇവൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എവിടെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടത്തില്ലായിരുന്നു. ആ തല വിയർപ്പ് ഒഴുകുന്നു. ഇനി രാത്രി ചുമച്ചിട്ട് ഉറങ്ങണ്ട. മൂത്ത മെമ്പറാൻ അങ്ങ് കയറിയാട്ടെ. ഇനി ഇത്രയല്ലേ ഉള്ളൂ, അത് ചാത്തം വലിച്ചു കൂട്ടിക്കോടാം. ബാക്കിയുള്ളത് അവിടെ കിടക്കട്ടെ, രാമു വന്നിട്ട് വലിച്ചു കൂട്ടും. എടി, അവനിങ്ങനെ വൈക്കോലും വാരിക്കൂട്ടി നിലോ ഉഴുത് നടക്കുന്നതല്ലയോ നിനക്ക് വെറുപ്പി. ഞാൻ എന്തോ വേണമെന്നായി പറയുന്നത്? എടി, അവന്റെ കൂടെ പഠിച്ചവന്മാരെല്ലാം
വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് സർക്കാർ ശമ്പളം മേടിച്ച് അന്തസ്സായിട്ട് കഴിയുന്നു. ആ കായ മടി വെക്കാം, കമുകായാലോ. രാമു കുഞ്ഞൊരു പ്രത്യേക പോക്കാ. ദേ ശാന്തി വരുന്നു. ദാ പ്രസാദം. ഇന്നെന്താ കുഞ്ഞിന്റെ പിറന്നാളായിരിക്കും? അല്ല ചാത്ത, അവൾക്കൊരു ജോലി കിട്ടി. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാ. ആ, എന്റെ പരദൈവങ്ങളെ, കുഞ്ഞിനെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയല്ലോ. അതാ രാമു വരുന്നല്ലോ. ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകേണ്ട വരുന്ന വരവ് കണ്ടു. എല്ലാരും സർക്കാർ ജോലിക്ക് പോയാലേ ഈ നാടെങ്ങനെ നന്നാവും? കൃഷിപ്പണി ആര് ചെയ്യും? അവൻ അവന്റെ വയലിലല്ലേ ജോലി ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ളവരെ പോലെ ചിന്താബാദ് വിളിക്കാനും ചൂത് കളിക്കാനും അല്ലല്ലോ പോയത്. നീ പോയോ? എവൾ ഒരുത്തിയാണ് അവനെ ഈ നിലയിലാക്കിയത്. ദേഷ്യപ്പെടേണ്ട, ആ കമ്പനി വരണം, ഞങ്ങൾ ചിക്കിക്കൊള്ളാം. അതെ, വരണം. തല ഉയർത്താൻ ചോമിക്കും. ഞാനോ? ഞാൻ ചുമക്കും ജോലി. ഞാൻ ഇങ്ങോട്ട് ജോലി ചെയ്തിട്ട് അയ്യോ എന്റെ കാലേ. അമ്മ കരയാതെ അമ്മൂമ്മ. അയ്യോ എന്റെ കാല് കുത്തി വലിക്കുന്നേ. അച്ഛൻ വരുമ്പോ വേറെ മരുന്ന് വാങ്ങിക്കൊണ്ട് വരും. അമ്മ കരയാതെ അമ്മൂമ്മ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ എന്താ മോളെ? കൈ പൊള്ളിയോ? ആരല്ല, ഇതാ മോക്ക് മിഠായി. ചത്തവളങ്ങ് പോയി. ഈ കുഞ്ഞിനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താതെ എവിടെങ്കിലും ചെന്നൊരു സംബന്ധം ചെയ്യുമോ? എനിക്കിനി അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന്. വല്ല വിധവും എന്റെ മോളെ വളർത്തിയെടുക്കണം. എടാ, ഞാനോ തളർവാദം പിടിച്ച് കിടപ്പായി. കളിച്ചു വളരേണ്ട ഈ പിഞ്ചു കുഞ്ഞ് എന്റെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യാ മോനെ. നാളെ മുതൽ ഇവിടെ ഒന്നും വെക്കണ്ട, നമുക്ക് ഊണ് ഹോട്ടലിൽ നടക്കും. എന്നാലും നിനക്കൊരു സംബന്ധം ചെയ്തുകൂടാ. അച്ഛമാര് ചപ്പവരൊക്കെ സന്യസിക്കാന്നോടാ പതിവ്. അമ്മേ, ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലൊക്കെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിക്കാരനാണെന്നും ഈ പഞ്ചായത്ത് മുടിക്കുകയാണെന്നുമാണ് ആ രാമു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് രാമുവിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെങ്കിൽ അതിന് എന്റെ അച്ഛനെ ആയുധമാക്കരുത്. അതല്ല മോളെ, അങ്ങനെയുള്ള ഒരുത്തന്റെ സഹോദരിയെ പഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗത്തിന് നിയമിക്കണമായിരുന്നോ എന്നാണ് ദാസപ്പൻ ചോദിച്ചു വരുന്നത്. ശാന്തി എന്റെ കൂട്ടുകാരിയാണ് അച്ഛാ. ഇതൊക്കെ സർപ്പസന്തതികളാണ്. വാസന്തിയുടെ ശുദ്ധഗതി കൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ ശുദ്ധഗതിയൊക്കെ എനിക്കറിയാം. നീ ദാസപ്പനോട് പരിഭവിക്കുന്ന എന്തിനാ? ആ രാമു നമ്മുടെ ശത്രു തന്നെയാ. അതിന് ശാന്തി എന്ത് പിഴച്ചു അച്ഛാ? ഏതായാലും അവർക്ക് ജോലി കൊടുത്തില്ലേ, അതുപോലെ. ആ, അല്ല, ശേഷേറി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? സമയമായി വരുന്നോ? ആ, ചെല്ല, വേഗം ചെല്ല. വരുമോ? വാസന്തിക്ക് ഇവറ്റുകളെ ഒന്നും ശരിക്കറിഞ്ഞൂടെ. നമ്മുടെ പഞ്ചായത്തിൽ പല രഹസ്യങ്ങളുമുണ്ട്. ഈ ശത്രു സന്തതികളെയൊക്കെ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ. ഇവളൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണോ ദാസപ്പ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ദാസപ്പൻ പിള്ളേ. ഗുഡ് മോർണിംഗ്. എന്താ വരാൻ താമസിച്ചത്? ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതിലെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വീട്ടിൽ വൈഫും സെർവന്റുമായിട്ട് ഒരു ഗലാട്ട. എന്തോന്ന് കലാട്ട? വൈഫ് സെർവന്റിനെ തല്ലി, സെർവന്റ് തിരിച്ച് വൈഫിനെ തല്ലി. ആകെ ഡേഞ്ചറായി. കൊള്ളാമല്ലോ, വേലക്കാരിയും ഭാര്യയുമായിട്ട് അടിപിടി. വൈഫ് സെർവന്റിനെ ഡെയിലി ഉதைക്കാറുണ്ട്. ബട്ട് സെർവന്റ് വൈഫിനെ ഉதைക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് സാർ. എന്നിട്ട് എന്തായെന്ന് പറയടോ? എന്താകാനാണ് സാർ? സെർവന്റ് സെർവന്റിന്റെ വീട്ടിലേക്കും വൈഫ് വൈഫിന്റെ വീട്ടിലേക്കും പോയി. ഓ, അപ്പൊ തന്റെ ശല്യം അവസാനിച്ചല്ലോ. ഇല്ല സാർ, ശല്യം തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ കിച്ചൺ വർക്ക് മുഴുവനും ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ മേലിലും താൻ താമസിച്ചേ വരുള്ളൂ എന്നർത്ഥം. നോണോ, വൈഫ് പോയാൽ സെർവന്റ് വരാമെന്ന് രഹസ്യമായി എഗ്രി ചെയ്തിട്ടാണ് പോയത്. അത് ശരി. അപ്പോൾ സ്വാമിയും സർവന്റും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു അതല്ലേ? കറക്റ്റ്. വൈഫിനെ സെർവന്റിനെ വളരെ ഡൗട്ടാണ്. എന്താ സ്വാമി അങ്ങനെ ഒരു സംശയം വരാൻ? നമ്മുടെ സെർവന്റ് കേൾ വൈഫിനേക്കാൾ വളരെ എഫിഷ്യന്റ് ആണ്. സ്വാമിയുടെ സർവന്റിനെ ഞാൻ ഇതുവരെ ഒന്ന് കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ഒന്ന് കാണണം. ബ്യൂട്ടിഫുൾ കേൾ, അതായത് സ്ലിം ബ്യൂട്ടി, തങ്ക കമ്പി. അതാണ് സ്വാമിയുടെ ഭാര്യ കൂടെ കൂടെ പിണങ്ങി പോകുന്നത്. പോയിട്ടുമേ
വൈഫ് പിണങ്ങി പോകുമ്പോഴാണല്ലോ സെർവന്റ് കേളിന്റെ സിൻസിയാരിറ്റി മനസ്സിലാവുന്നത്. സ്വാമി, നമ്മുടെ ഓഫീസിൽ പുതിയതായിട്ട് ഒരു ലേഡി ക്ലർക്കിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് ലേഡി? നമ്മുടെ ആ രാമുവിന്റെ സഹോദരി ശാന്തി. അയ്യോ, അത് ഡേഞ്ചറാണ് സാർ. നമ്മുടെ ഓഫീസിൽ പല സീക്രട്ടുകളും ഉണ്ട്. ഇടൂ, അതിനല്ലേ തന്നെ ഇവിടെ നേരത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നത്. റൈറ്റ്, അവളെ ഞാൻ ഏറ്റെടുക്കുന്നു. അവളെ ഏറ്റെടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഓഫീസിലെ രഹസ്യങ്ങൾ ചോർന്നു പോകരുതെന്ന്. നെവർ, പോകവേ മാറ്റേ. ഓ, ഞാൻ മറ്റു മാസം മോളെ ചേച്ചി ശുഭമോളെ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അമ്മയ്ക്ക് ഇവളെ നയിക്കാൻ പറ്റും. അന്തി ചേച്ചി എങ്ങോട്ടാ ഒരുമിച്ചമ്മ? ചേച്ചിക്ക് ജോലി കിട്ടി. എവിടെ ചേച്ചി? പള്ളിക്കൂടത്തിലാണ്. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കാ. ചേച്ചി മോളോട് യാത്ര ചോദിക്കാനാ വന്നത്. ഈ ജോലിയെ പറ്റി രാമുവിന്റെ അഭിപ്രായം എന്താ? ചേട്ടനെ ഈ പഞ്ചായത്ത് ഓഫീസിലെ ജോലിയേ ഇഷ്ടമില്ല. എനിക്കും അതാണ് അഭിപ്രായം. ആ പ്രസിഡന്റ് നല്ലവനല്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സമയമായി, പോട്ടെ. ചേച്ചിക്ക് ശമ്പളം കിട്ടുമ്പോ എനിക്ക് എന്ത് കൊണ്ട് തരും? മോക്ക് എന്ത് വേണം? ചോക്ലേറ്റ്, കളിപ്പാട്ടം. സുമതി, ചോക്ലേറ്റിന് വയസ്സ്, കളിപ്പാട്ടം, ശമ്പളം കിട്ടിട്ട് വരട്ടെ. എന്താ ഓഫീസിൽ കാണുന്നു. ശാന്തകുമാരി പശ്ചാങ്കാരൻ. അതെ സർ. ഗുഡ് ഗുഡ്. അടുത്ത റൂമിൽ ഹെഡ് ക്ലാർക്ക് മണിത്താമ്പിയുണ്ട്. ഇങ്ങോട്ട് ഇല്ലു, ഞാൻ പറഞ്ഞു. താങ്ക് യു സർ. ശാന്തകുമാരി. ഓ, ശാന്തകുമാരി അമ്മ. നമ്മുടെ റൗണ്ടിന്റെ സിസ്റ്റർ. അതെ സർ. അതല്ല, അവിയാണ്. ഭദ്ര, ഭദ്ര. ഇവിടെ അറ്റൻഡറോ അതോ ഓഫീസറോ? സത്യം പറഞ്ഞ എനിക്കും അതാണ്. ഞങ്ങൾ റിപ്പോർട്ട് എഴുതിയാൽ നിന്നെ നാളെ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെയൊക്കെ സ്വാമി, ഈ ആഴ്ചത്തെ ജാതകഫലം എനിക്ക് അല്പം മോശം. എന്റെയും ജാതകഫലം മോശമാണ്. നല്ല കൊള്ളണമെന്നോ അതോ കൊടുക്കണമെന്നോ? ശുദ്ധ ബ്രാഹ്മണൻ യാരെയും തള്ളാറില്ല. അതെല്ലാം മുന്നെപ്പോലുള്ള മുട്ടാളന്മാരുടെ ബിസിനസ് അല്ലേ സ്വാമി? അതെ, സ്വാമി തന്നെ ഈ കുട്ടിക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തു. എവിടാ വീട്? വരുന്നില്ല. ഇവിടെ ഒരു ടേബിളും ചേറും കൊണ്ട് ഇട്ടാൽ മതി. ഓ, സ്ത്രീയാണല്ലോ. സ്വാമിയുടെ അടുത്ത് തന്നെ എടുത്തു തരാം. ശാന്തകുമാരി അമ്മ തൽക്കാലം ആ സീറ്റിൽ പോയി ഇരുന്നുള്ളൂ. എനിക്ക് ഈ ഫയലിന്റെ ഒരു പേര് കോപ്പി എടുക്കണം. ശരി സർ. സാറും കുട്ടിയുമുള്ള നമ്മുടെ സ്കൂളിൽ ഇവിടെ ഞാൻ സ്വാമിയാണ്. സ്വാമി എന്ന് വിളിച്ചാൽ മതി. പുകയെല്ലാം മനസ്സിലാകും. വെക്കണോ. സ്ത്രീകൾ വരുന്ന കണ്ടില്ലേ? രണ്ട് കണ്ണല്ലേ ഉള്ളു, എന്തെല്ലാം കാണും? വഴി ഒഴിഞ്ഞു തരണം. ആര് വീണം നിങ്ങള് എന്ന് ഏത് പ്രമാണത്തിൽ പറയുന്നു? ആണുങ്ങളായാൽ കുറച്ച് മര്യാദയൊക്കെ വേണം. പെണ്ണുങ്ങൾക്ക് അത് വേണ്ടായിരിക്കും. വഴി മാറി തരണം മിസ്റ്റർ. എനിക്ക് കോളേജിൽ പോണം. ഒന്ന് ഇറങ്ങി പോണ ശ്രീമതി, എനിക്ക് എന്റെ പാടത്ത് പോണം. ശ്രീമതിയോ? ഫലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏക മോളല്ലേ, അല്പം ബഹുമാനിച്ചോളാന്ന് വിചാരിച്ചു. നല്ല ഗൗരവമുണ്ട്. വയലിലെ പണി കളഞ്ഞിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ നോക്കും. തൽക്കാലം ഈ കൃഷി ഡിപ്പാർട്ട്മെന്റുമായി ഞാൻ കഴിഞ്ഞു. ചേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്നാ ഞാൻ വീട്ടിൽ വരട്ടെ? നന്നായി പോയി. അച്ഛന് ചേട്ടന്റെ പേര് കേൾക്കുന്നത് പോലെ അസ്വസ്ഥതയാണ്. എന്നാൽ വാസന്തി എന്റെ വീട്ടിൽ വരൂ. ഞാൻ വരും, പക്ഷേ അതിങ്ങനെ പുസ്തകം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? മന്ത്രകോടി അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂക്കളും ചൂടി കലപക്കുറിയിട്ട് പുത്ത മണവാട്ടിയായിട്ട് അങ്ങ് വരും. എന്നിട്ട് സന്ധ്യ കഴിയുമ്പോ മണവറയ്ക്കകത്തോട്ടൊരു വരവുണ്ട്. സമയായി, ഞാൻ പോട്ടെ. പൊക്കോ. ഞാൻ എങ്ങനെ പോകും? സൂക്ഷിച്ചങ്ങ് പൊയ്ക്കോ. ഓഹോ, അപ്പൊ വൈകിട്ടേ ഒന്ന് കാണണം. ഭയങ്കര പഠിത്തമാണല്ലോ നീ. നിന്റെ അമ്മയില്ലേ ഇവിടെ? വിളിക്കേ. അമ്മേ, അമ്മേ.
ഇന്നലെ വൈകിട്ട് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ഇന്നലെ വരാൻ പറ്റില്ല, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. ഇതാ രൂപ. നീ നിലവിലെ പഠിക്കുന്നുണ്ടോ? പഠിച്ചു മുടുക്കണേണം കേട്ടോ. ഇന്നടാ ഇത് അങ്ങോട്ട് വെച്ചോ. അപ്പൊ പഞ്ചാര വേണ്ടല്ലേ? തങ്കമ്മക്കോ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഊണ് സ്പെഷ്യൽ കരിമീൻ. ഇന്ന് കരിമീൻ കിട്ടിയേ ഭാസ്കര. ചതിച്ചാ തങ്കമ്മക്കെന്റെ കരിമീൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം. എന്റെ കരിമീൻ ഇതുവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലേ ഭാസ്കര? നല്ല കോഴിയുണ്ട് ഭാസ്കര, കൊണ്ട് കൊടുക്ക്. ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് കരിമീനാ ഇഷ്ടം, രാത്രിയാ കോഴി. അല്ല ഇതാരാ? പട്ടാളം ബാധിച്ചേട്ടനോ? എപ്പ വന്നു? കുറച്ചു നാളായി ഭാസ്കര. അച്ഛാ പ്രസിഡന്റ് അദ്ദേഹം ഓഫീസിലുണ്ടോ ഭാസ്കര? ഉണ്ട്, കമ്മിറ്റിയാ. നീ ഇപ്പോഴും ഓഫീസിൽ തന്നെയാണോ? പിന്നല്ലാതെ എന്തോന്ന് ചെയ്യാൻ? പകല് മുഴുവൻ പഞ്ചായത്ത് ഓഫീസിൽ വേല, അത് വിട്ടിറങ്ങിയ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വേല. അല്ല ഇതാരാ? ഭാസിയണ്ണനോ? ആ ഇന്ന ഭാസ്കര. ഞാൻ പോയിട്ട് വരുത്താ. പിന്നെ ടീച്ചറെ കുറച്ച് വാക്ക് വരാനുണ്ടാ, മാസം കൂടി ശമ്പളം കിട്ടുമ്പോൾ തന്നേക്കണം. വന്ന കാലേ നിൽക്കാതെ കേറി ഇരിയണ്ണ. അച്ഛാ, അപ്പൊ നീ എന്നെ ഇരുത്തിയേ അടങ്ങും. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. അണ്ണൻ എന്ത് വേണം? വേണ്ടത് ഞാൻ പിന്നെ പറയാം. ഇത്ര ആത്മാർത്ഥമായിട്ട് സ്വന്തം ഭാര്യ പറയല്ലോ. ആ അതാ തങ്കമ്മയുടെ മഹത്വം. നല്ല അനുസരണയുള്ള ഭർത്താവ്. ഞാനങ്ങനെ ആക്കിയെടുത്തതാ. അച്ഛാ മിടുക്കി. പിന്നല്ലാതെ ആരെങ്കിലും കൊള്ളാവുന്നവർ സംസാരിക്കാൻ വരുമ്പോൾ വായി നോക്കി നിൽക്കും. എത്രയായാലും നിന്റെ ഭർത്താവല്ലേ തങ്കമ്മേ? ഓ ഭർത്താവ് ആ പൊണ്ണ തടിയേ ഉള്ളൂ, അകം പൊള്ളയാ. പാവം നല്ലവനാ. അയ്യോ ആദ്യമൊക്കെ ഞാൻ ആരെങ്കിലും ഒന്ന് നോക്കിയാ മതി, അപ്പ കരുതുള്ളൂ. ഇപ്പോഴെങ്ങനെയുണ്ട് തങ്കമ്മേ? ഇപ്പൊ അങ്ങേർക്ക് മകതിരിവ് വന്നിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും നോട്ടമേ ഇല്ല. ദേ ആര് വരുന്നു. തങ്കമ്മക്ക ഒരു ചായ അടിക്കണം. പാലില്ല. എന്നാലൊരു കട്ടനെങ്കിലും തരണം. പഞ്ചസാരയില്ല. ഇതൊരു കഷ്ടമായല്ലോ. തങ്കമ്മേ പേര് കേട്ട ആള് നിർത്തിയിരിക്കുക. അന്നത്തെ അതിര് തർക്കം എന്താ എണ്ണ? എന്ത് ചെയ്യാനാ തങ്കമ്മേ? അതിരിൽ നിൽക്കുന്ന മരം മുറിക്കാൻ ആ വാസു സമ്മതിക്കുന്നില്ല. അണ്ണനെ ചൊണയില്ലാഞ്ഞിട്ടാ, വെട്ടി മുറിച്ച് കളയണം. ആ രാമുവാണ് അവന് സഹായിക്കും. ഇത് തോക്ക് പിടിച്ച കൈയാണ്. തങ്കമ്മേ നമുക്ക് കാണാം. ആ നീ മരുന്നെടുക്ക. അതാ രാമണ്ണ വരുന്നു. ഇതൊരു ബാർബർ ഷാപ്പൊന്നും അല്ല, ചായ കുടിക്കാൻ വരുന്നവർക്ക് ചെവി കേൾക്കണം. റേഡിയോ ഓൺ ചെയ്യാൻ. ചേരുള്ളേ ഒരു 3 ചായ. റേഡിയോ ഓൺ ചെയ്യാൻ. അപ്പൊ കൃഷ്ണപിള്ളേ, ആ തോട്ടിൽ പാലം വലിയ അത്യാവശ്യമാണ്. മഴക്കാലമായിരുന്നു. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് മാസം എത്രയായി? അയാൾക്ക് അതല്ലല്ലോ പണി. റേഡിയോ ഓൺ ചെയ്യാൻ. ഇല്ലെങ്കിൽ അയ്യോ ഭാഷ ക്ഷമിച്ചേരെ, അണ്ണൻ പോയിക്കോ. അന്നും പോണ്ട, മറ്റേതല്ലേ വന്നത്. അയ്യോ എന്റെ പൊന്നു രാമണ്ണ, അന്നേ നിർത്തിയത്. നിങ്ങളെല്ലാം കൂടിയല്ലേ പോലീസിനെ വരുത്തിയത്? നാട് നന്നാക്കാൻ വന്നൊരു പുണ്യപുരുഷൻ. താൻ എന്താ പറഞ്ഞത്? കളവാസു ഒറ്റയടിക്കില്ല. ഇത് തോക്ക് പിടിച്ച കൈയാണ്. ഇതേ കലപ്പ പിടിച്ച കയ്യാ. തൽക്കാലം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമാണ്? ചേട്ടാ ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു തല്ലി നടന്നൊരു ക്ഷീണം തീർന്നിട്ടില്ല. ചേട്ടൻ ദൈവത്തെ ചേട്ടന് പോ. നിന്നെയൊക്കെ അടുത്തോളാം. അപ്പൊ കണ്ടോളാം. ഞാൻ പോണു. തണന് പറ്റി പോണേ. ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ എന്തൊരാഗ്രഹം. ഇപ്പൊ തന്നെ ആയിക്കോ. അയ്യേ, ചേട്ടനും ചേട്ടന്റെ കാളയും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴും ചേരലും ചെളിയിലും അല്ലേ? അതാടി എന്റെ അന്തസ്. എനിക്ക് എന്റെ ചേട്ടനെ അന്തസ്സായ വേഷത്തിൽ കാണാൻ എന്തൊരു കൊതി. എന്റെ ജോലി കൃഷി, അതിനനുസരിച്ച വേഷം. തൊട്ടിരിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ പറ്റുന്നില്ലല്ലോ. ദേഹം മുഴുവൻ അഴുക്ക്. അത് പുറത്തല്ലേ, അകത്തല്ലല്ലോ നിന്റെ അച്ഛനെ പോലെ. അച്ഛനും ചേട്ടനും തമ്മിൽ ഒന്ന് ഇണങ്ങി കണ്ടാ മതിയായിരുന്നു. അത് ഈ ജന്മം നടക്കും തോന്നില്ല. അച്ഛന് ചേട്ടനോട് എന്താ ഇത്ര വിരോധം? അത് ഇപ്പൊ നീ അറിയണ്ട. അപ്പോ നമ്മുടെ സ്നേഹത്തിന്റെ അവസാനം? വാസന്തി, നാം രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ മതി നമ്മുടെ വിവാഹം. പക്ഷേ
എന്റെ അനുജത്തി ശാന്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടും മതി. ശരിയാണ് ചേട്ടാ, ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം. നിങ്ങൾ ഔട്ട് ഹൗസിൽ കൂടി വന്നതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സ്വാമി സാമോട്ടിരിക്കണം. മിസ്റ്റർ പട്ടാളം ബാത്തി ഡിസ്ചാർജ് കിട്ടിയതിന് ശേഷം ആദ്യമായി നമുക്കിതൊരു പാർട്ടിയായിരുന്നു. അപ്പോ അതിൽ സ്വാമിയോട് പങ്കെടുക്കാതിരിക്കുന്ന മോശമല്ലേ? അത് നമ്മുടെ ഔട്ട് ഹൗസിലെ. പിന്നെ நான் நிச்சயமா இது தொடவே மாட்டேன். മദ്യപാനം പാവമാണ്. സ്വാമി ശകലം കഴിച്ചു നോക്കണം സ്വാമി. ഇല്ല, എന്റെ ലൈഫിൽ ഇതുവരെ ഇതിന്റെ വെള്ളേ അടിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഒരു സന്ദർഭം വരുമ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. നിശ്ചയമാ ഞാൻ തുടവേ മാറ്റേ. സ്വാമി ഇരിക്കണം. വേണ്ട, സ്വാമിയെ ഇരുത്താൻ നോക്കണ്ട. നിങ്ങൾ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നതിന്റെ രഹസ്യം എനിക്കറിയാം. സ്വാമി ഞാനല്ലേ പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കണം. എനിക്ക് സാറിനോട് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എന്താ അത്? സാറ് இந்த மாதிரி കുടിക്കരുത്. ഉടമ്പ് വീണായിട്ട് കിട്ടുപോയിടും സാർ. സ്വാമി ഒന്ന് മനസ്സിലാക്കണം, ക്ലാസ്മേറ്റിനേക്കാൾ കൂടുതൽ സ്വാധീനം ക്ലാസ്മേറ്റിനാണ്. ശരിയാണ് ദാസപ്പൻ പിള്ളേ. പക്ഷേ ഈ കുടികാര പശങ്ങളെല്ലാം അല്പ ആയുസാണ്. മനസ്സിലാവണുണ്ടോ? സ്വാമി എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇങ്ങനെ അതിർത്തി തർക്കം തീർക്കാനാണെന്ന് പറയൂ. സ്വാമി തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയൊന്നുമല്ല. സ്വാമി കുടിക്കുന്നേ കുടിക്കണം, ഇല്ലെങ്കിൽ പോണം. അല്ല, ഞാനങ്ങ് പോയേക്കാം. പിന്നെ എന്തിനാ സ്വാമി ഈ കരുവാടുകൊണ്ട് അടിവാഴത്തെ പട്ടിയെ പോലെ എങ്ങനെയാണ് കറങ്ങണത്? നീ ഒരുത്തനായിട്ടാണ് ഇവരെ എല്ലാം കുടിപ്പിച്ച് കുട്ടി ചോറാക്കുന്നത്. ഈ മദ്യം വാങ്ങിക്കുന്ന കാശിന് നല്ല ശുദ്ധമായ പശുവിൻ പാൽ വാങ്ങിച്ച് കാച്ചി നല്ല സ്വീറ്റ് ഷുഗറും പോട്ട് സാപ്പിടക്കൂടാതോ? ഞങ്ങളും ഒക്കെ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയാ സ്വാമിയെ പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും ഞാൻ സാപ്പിടവേ മാട്ടേ. പിന്നെ സ്വാമി പോണം. എന്താ നിങ്ങളൊരു കാര്യം ചെയ്യാൻ സാർ, ഇവിടെ നിന്നാൽ ഇതെല്ലാം കണ്ടൊന്ന് രസിക്കാമല്ലോ. സാർ, ഈ ചിപ്സ് വെജിറ്റേറിയൻ ആണ്, അത് മാത്രം കഴിക്കാം. വെട്ടടാ സാർ. വാസുവും കൂട്ടരും വന്ന് വഴക്കുണ്ടാക്കിയ സാർ ഏറ്റാളാവോ? എടാ, രാമായണം മുഴുവൻ പറഞ്ഞ് മൂക്കറ്റം കള്ളും വാങ്ങിച്ചെന്നാ നിങ്ങളെ കൊണ്ടുവന്നത്. സാർ കാര്യം ശരിയാണ് സാർ. അടി വീഴുന്നത് ഞങ്ങളുടെ മേത്തല്ലേ സാറേ? എടാ, ലോകമഹായുദ്ധം നേരിട്ട് കണ്ടവനാ ഈ ഭാസി. ചാവുന്നതും കൊല്ലുന്നതും എനിക്ക് പുത്തരിയല്ല. എന്റെ മരം, എന്റെ ഇഷ്ടം, ഞാൻ വെട്ടും. സർവേ കല്ല് മാറ്റിയിട്ട് ഞങ്ങൾ തന്നെ. അപ്പോഴും വാസുവൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് കുറെ കൂടിപ്പോകും. നീ കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ടോ അതോ ഞാൻ വെട്ടോ? ന്യായം പറയാൻ വന്നിരിക്കുന്നു. വെട്ടുന്നോ ഇല്ലയോ? വെട്ടാന്ന് സമ്മതിച്ചാണല്ലോ വന്നത് സാറേ. എങ്കിലും ന്യായം പറയാതിരിക്കാൻ പറ്റുമോ സാർ? എന്നാ വെട്ട്. കാര്യമല്ലേ ഏറ്റല്ലോ? ഏറ്റു. പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പെട്ടിടാ. വെട്ടടാ. വീട്ടിൽ പോയിക്കോ.
ഇനി വരട്ടെ പ്ലാവ് മുറിക്കാൻ. രാമു സമയത്തിന് വന്നില്ലായിരുന്നുവെങ്കിൽ അവന്മാർ ഈ പ്ലാവ് മുറിച്ചേനെ. ഈ വയസ്സുകാലത്ത് അമ്മാവന് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? അതാണ് എന്റെ അച്ഛൻ. മനസ്സിലായോ? വാസു നോക്ക് പോ. ഈ പഞ്ചായത്തിന്റെ ഭരണം നീ ഏറ്റെടുത്തോ? മനസ്സിലായില്ല. ഫാസിയുടെ മരം മുറിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ആ മരം നിൽക്കുന്നത് വാസുവിന്റെ പുരയിടത്തിലാണ്. എന്നാര് പറഞ്ഞു? ഈ നാട്ടുകാർക്കെല്ലാം അത് അറിയുകയും ചെയ്യും. നാട്ടുകാരുടെ പേര് പറഞ്ഞ് അന്യന്റെ വസ്തു കയ്യേറരുത്. പ്രസിഡന്റിന്റെ ബലം വെച്ച് കണ്ടവന്റെ വസ്തുവിൽ ശിങ്കിടികളും കയ്യേറരുത്. അനാവശ്യം പറയരുത്. നീ കാരണം ഈ പഞ്ചായത്തിൽ മാന്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വന്നിരിക്കുന്നു. ഓഹോ, ഈ പഞ്ചായത്തിൽ മാന്യന്മാരും ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നി തുടങ്ങിയല്ലോ. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് ഈ നാട്ടുകാർക്ക് പറ്റിയൊരു കൈപ്പിഴ മാത്രം. പറ്റിയ കൈപ്പിഴ തിരുത്താൻ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യും. ഈ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാം നിങ്ങളുടെ പിന്നിലാണെന്നായിരിക്കും ഭാവം. അതിനെന്താ സംശയം? എന്നാലും ഒന്ന് കാണണമല്ലോ. മിസ്റ്റർ ബാസി, ആ മരം നിങ്ങളുടേതാണ്. അത് വെട്ടാനുള്ള അവകാശം നിങ്ങൾക്കാണ്. ആ മരത്തിൽ തൊടുന്നവന്റെ കൈവെട്ടും. പട്ടാളം പാർട്ടി ആള് വളരെ മോശമാണ്. അത് കണ്ടു കഴിഞ്ഞ കാര്യം. ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷമിച്ചു. ഇനിയും കളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അധ്വാനിച്ചാ ഞങ്ങൾ ജീവിക്കുന്നത്. പൊതുജനത്തിന്റെ പേരിൽ സേവനമെന്നും വിപ്ലവമെന്നും പറഞ്ഞ് അന്യന്റെ മുതൽ തട്ടിയെടുക്കുന്നതായിരിക്കും അധ്വാനം. താൻ മിണ്ടായിരിക്കടോ. താനത് പറയാൻ അറിയണോ? രാമു, ഇത് നിന്റെ റൗഡിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല. കണക്ക് പുറത്ത്. നിങ്ങൾ ആളെ എന്നെ വിളിപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. മനസ്സിലായി. നിനക്ക് പോകാം. വിളിക്കുമ്പോ വരാനും പറയുമ്പോ പോകാനും വേറെ ആളെ അന്വേഷിക്കണം. ഇറങ്ങണ പുറത്ത്. ഇറങ്ങിയില്ലെങ്കിൽ രാമു ഇരിക്കടാ. പ്രസിഡന്റ് ഇറക്കി വിടുന്നൊന്ന് കാണട്ടെ. പട്ടാളം ഭാസിയുണ്ട്, വീരപരാക്രമിയായ ദാസപ്പനുണ്ട്, മർമാണി സ്വാമിയുണ്ട്, പൈൽവാൻ ഭാസ്കരനുണ്ട്. നീ ഇരിക്കും, ഇവരിറക്കി വിടട്ടെ. ഈ നാറിയ കഥയിൽ ആരിരിക്കും? വരാം, നമുക്ക് പോ. ആ മരത്തേലെങ്ങനെ തൊട്ടുപോയാൽ രണ്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീടാണല്ലോ ഞാനും വിചാരിച്ചു. എന്റെ കൈ അറിയിച്ചു വന്നതാണ്, പിന്നെ വേണ്ടെന്ന് ഞാനും വിചാരിച്ചു. അവന്മാര് കയറി അടിച്ചളയോന്ന് ഞാനും വിചാരിച്ചു. ഓ, എല്ലാവരും വിചാരിച്ചല്ലോ. അത് മതി. ശാന്തി, ഒന്ന് നിൽക്കൂ. വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ, അല്പം വൈകി. ശാന്തിക്ക് എന്നോട് പരിഭവമായിരിക്കും. എന്തിനെ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് രാമുവിനോട് ഒരു വിരോധമില്ല. പക്ഷെ അയാള് എനിക്കെതിരായിട്ട് പലതരത്തിലും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചേട്ടനൊരു പ്രത്യേക പ്രകൃതിക്കാരനാണ്. ഞാൻ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ലേ? ഇവിടെ ഭരണം നടത്താൻ എനിക്കറിയില്ലേ? രാമു ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ? അല്പം മുൻകോപം ഉണ്ടെന്ന് ഒഴിച്ചാൽ ചേട്ടൻ ശുദ്ധനാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ രാമു എനിക്കെതിരായി ഒപ്പുശേഖരണം നടത്തുന്ന കേട്ടല്ലോ. അങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ചേട്ടൻ ഈ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും താല്പര്യമുള്ള ആളല്ല. എല്ലാം ഞാൻ സഹിക്കുന്നത് ശാന്തിയെ മാത്രം കരുതിയ. അതല്ലെങ്കിൽ ആ മരമെട്ട് കേസ് ഞാൻ അവനെ അകത്താക്കില്ലേ? വാസുചേട്ടന്റെ അച്ഛനെ വെച്ച് പിടിപ്പിച്ചതല്ലേ? അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാള് അതിന്റെ അവകാശം പറഞ്ഞു വന്നാൽ? അവകാശി ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അത് മുറിക്കുന്നതിൽ ഇടപെടരുത് എന്ന് വിലക്കിയ ഞാനല്ലേ? അന്യായം ആര് കാണിച്ചാലും എന്റെ ചേട്ടൻ അത് സഹിക്കില്ല. ഫലം ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ നിന്റെ ഈ മുഖം കരുതി എല്ലാം ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ആരുടെ ഔദാര്യം എന്റെ ചേട്ടൻ ആവശ്യമില്ല. രാമു, നീ കാരണം ഈ പെണ്ണിന്റെ ഭാവി കൂടെ നശിക്കുന്ന ലക്ഷണങ്ങളാണല്ലോടാ കാണുന്നത്. ഞാൻ എന്ത് തെറ്റെന്ന് അച്ഛൻ പറയുന്നത്? പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഔദാര്യം കൊണ്ടല്ലോടാ അവർക്ക് അവിടെ ജോലി കിട്ടിയത്. അവരൊക്കെ ഈ നാട്ടിലെ കൊള്ളാവുന്നവരെ ദേവി, അവരെയൊക്കെ എവനെന്തിനെ വെറുപ്പിക്കുന്നത്? ആരുടെ ഔദാര്യം കൊണ്ടല്ല, PSC ടെസ്റ്റ് എഴുതി റാങ്കും കിട്ടി, അതുകൊണ്ടാണ് ജോലി കിട്ടിയത്. അച്ഛനെ പോലുള്ള ശുദ്ധഗതിക്കാരാണ് അവനൊക്കെ വെച്ച് വായിക്കുന്നത്. കൊള്ളാവുന്നവരെയൊക്കെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ നാട്ടിൽ കഴിഞ്ഞുകൂടും? ഓ, ഇത് കേട്ടാ തോന്നുമല്ലോ ഈ നാട് മുഴുവൻ അയാളുടെ തലയിലാണെന്ന്. നീയും കൂടെ അവന്റെ കൂടെ ചേർന്നോടി. അച്ഛൻ എന്തറിയാം, ആ ഓഫീസിനകത്ത് നടക്കുന്നത് അഴിമതിയും കൊള്ളതായ്മമാണ്. ഈ പത്മനാഭന്റെ പത്ത് ചക്രം കിട്ടാൻ ഒരു പ്രത്യേക ഭാഗ്യം തന്നെ വേണം. അച്ഛാ,
പത്മനാഭന്റെ പണമൊക്കെ പണ്ടായിരുന്നു. ഇപ്പോ റിസർവ് ബാങ്ക് നോട്ട് അടച്ചപ്പോഴാണ് കൊടുത്തു. നീ പോടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ. അച്ഛൻ പറയുന്നതിടെ തോന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വത്തെടുത്ത് നമുക്ക് ശമ്പളം കൊടുക്കുന്നത്. അല്ലടാ, നിന്റെ വലിയ കാരണവന്മാര് സമ്പാദിച്ച് ഏൽപ്പിച്ചാച്ച് പോയതാ. ആ, നീ കൊണ്ടും കൊടുത്ത് നടന്നു. വരണം, വന്ന് കുളിക്കണം. ഇവന്റെ ഭാഷയുണ്ടല്ലോ. ഏതാണ്ട് ഈ പ്രായത്തിൽ ഞാനും ഇതുപോലായിരുന്നു. എനിക്കറിയാൻ വയ്യാത്ത പോലെ. വരണം. കുളിക്കാം. ചൂട് കുറയുന്നില്ലല്ലോ. കുഞ്ഞു ഭയന്നതാ, ആ കാലവാടം വലിച്ചെറിഞ്ഞതല്ലേ. തൽക്കാലം അവന്മാർ രക്ഷപ്പെട്ടു. ഓരോരുത്തനെയായിട്ട് സൗകര്യത്തിന് എന്റെ അടുത്ത് കിട്ടും. കാളമക്കളെ, ഒരു മരമല്ലേ, നീ വഴക്കിനൊന്നും പോകണ്ട. മോക്കിങ്ങനുണ്ട്, പനി കുറയുന്നില്ല. മോളെ, ദാ ചേച്ചി വന്നിരിക്കുന്നു. ഉണത്തണ്ട, ഉറങ്ങട്ടെ. മോളൊന്ന് പോയില്ലേ? പോകാൻ വന്ന വഴിയാണമ്മേ. എന്റെ മോനെ അവന്മാർ ഇത് ചിഞ്ച പോലെ ചതച്ചു കളഞ്ഞു. കുഞ്ഞ് ശാന്തി ഓഫീസിൽ പോയിക്കോ, സമയം. വരട്ടെ. എന്തിനായാലും മഞ്ഞ് കൊണ്ടുവന്ന അദ്ദേഹം ഉണ്ടാകട്ടെ. ആരെയും അകത്ത് വിടരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊന്നുമല്ല, ആരെയും അകത്ത് വിടരുതെന്ന് അദ്ദേഹം കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യണം, ഞാൻ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം പോയി പറയണം. എന്നാ സ്വാമി ഇവിടെ നില്ല, ഞാൻ പറഞ്ഞിട്ട് വേഗം പറയണം. നമ്മുടെ സ്വാമി വന്നിരിക്കുന്നു, വിളിക്കട്ടോ എന്ന് ചോദിക്കാനാണ്. അയാളെ നമുക്ക് ആവശ്യമുണ്ട്, വരാൻ പറയുന്നു. സമയം തുടങ്ങിക്കണം. ഒരു രക്ഷയുമില്ല. ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയെന്ന് അറിയാമോ? അയാൾ തനി വെജിറ്റേറിയനാണ്. വണക്കം വണക്കം. വണക്കം സ്വാമി, ഞങ്ങൾ ഒരു കോൺഫറൻസിൽ ഇരിക്കുകയായിരുന്നു. അല്ല, അത് ആ സ്മെൽ മണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒഴിക്കട്ടെ സ്വാമി. മഹാബ്രാഹ്മണൻ കള്ളു കുടിച്ചു. അങ്ങനെ ചോദിക്കൂ. ഞങ്ങൾ ജനമനും ബ്രാഹ്മൺസ് നീതികൃത്യങ്ങൾ ചെയ്യാറില്ല. സ്വാമി, നല്ല ഒന്നാം തരം പോത്തർച്ചയാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏയ് ദാസമല്ലേ, നിങ്ങൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണോ? അയാൾ പ്യൂർ വെജിറ്റേറിയൻ ഞാൻ പറഞ്ഞില്ലേ. എന്നാ പോത്തർച്ച കണിശമായിട്ട് തിന്നാം. പോത്തറച്ചു. ശിവ ശിവ, എന്താ കഥ? കഥ ഞാൻ പറയാം. പോത്ത് സ്വാമിയെ പോലെയാ, തനി വെജിറ്റേറിയൻ, പുല്ലും വെള്ളവും മാത്രമേ കഴിക്കൂ. അച്ഛാ, മിസ്റ്റർ ദാസപ്പൻ പറഞ്ഞ് ശരിയാണല്ലോ. സ്വാമി, പുല്ലും വെള്ളവും മാത്രം കഴിച്ച് ജീവിക്കുന്ന പോത്തിറച്ചിക്ക് എന്താ കുഴപ്പം? എന്നാലും ജീവജാലങ്ങളല്ലേ ഭാസിപ്പിള്ളേ? മിലിറ്ററിയില് എന്റെ ബാച്ചിൽ ഒരു സ്വാമി ഉണ്ടായിരുന്നു. എന്തായിരുന്നു അങ്ങയുടെ പേര്? ആ, രാമഭദ്രയ്യ. ഏതിറച്ചിയും കഴിക്കും. നിങ്ങളുടെ ഈ സംസാരം കേട്ട് കേട്ട് എനിക്കും ഒരു 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 സ്പിരിറ്റ്, ഇൻസ്പിറേഷൻ. അല്ല, കൊഞ്ചം മതി, കുറച്ചു മതി. ആരും അറിയില്ല. അല്ല സാർ, എനിക്ക് ഈ കുടിച്ച പഴക്കമില്ലേ സാർ? മാത്രമൊന്നും വേണ്ട, വളരെ കൂടുതലായി പോലെ സാർ. കുറച്ച് മതി സാർ. ഇത്രയും കഴിക്കാമോ സാർ? അല്ല, നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഓഫർ അല്ലേ, യൂസ് ചെയ്യുന്നത് ശരിയല്ല. കഴിക്കണം സ്വാമി, പാന്തിക്ക് ഇതൊന്നും വരില്ലല്ലോ. പുറത്തേക്കൊരു ചീറ്റൻ കണ്ണിൽ കൂടെ വരുന്നുണ്ടോ? ഒന്നുമില്ല സ്വാമി, സ്വാമിയുടെ തോന്നലാ. ചെമ്മീൻ ഫ്രൈതാ, ഒരു കഷ്ണം കഴിക്കണം. അതിന്റെ പേര് പറയാതിരിക്കൂ. പറയുന്നില്ല, വാഴയ്ക്ക. വാഴയ്ക്കോ? വാഴയ്ക്ക കഴിക്കണം. എന്താണ് ഇത് റൗണ്ട് റൗണ്ട് ആയിരിക്കും? അതങ്ങനെ റൗണ്ട് വാഴയ്ക്ക. വാഴയ്ക്ക തന്നെയാണോ? അതെ. സോറി ചേർക്കണ്ട, വീര്യം കുറയും. ഡോണ്ട് സ്പോയിൽ ദി ഡ്രിങ്ക്. സ്വാമി ഇത്ര പെട്ടെന്ന് ഇമ്പ്രൂവ് ആയി പോയല്ലോ. ബൈ ദ ബൈ സ്വാമി, ഞാൻ സ്വാമി വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാൻ. എന്ത് വേണോ പറഞ്ഞുള്ളൂ സ്വാമി. ആ കുളംവെണ്ട് സംബന്ധിച്ച ഫയല് എനിക്കൊന്ന് വേണം. എന്തിനാ ഒരു ഫയലാക്കുന്നു? കംപ്ലീറ്റ് ഓഫീസോടെ കൊണ്ട് തന്നേക്ക്. സ്വാമി തന്നെ ഒരു ആർട്ടിസ്റ്റ് ഒന്നുമില്ല, മയക്കമോ തൂക്കമോ എന്നെണ്ണമോ വരുന്നു. ഇരുന്നാലും ദിവ്യമായിട്ടുണ്ട്. അതല്ല, ഞങ്ങളെ കൊണ്ടുപോകും. ചണ്ട ജനമൻ ബ്രാഹ്മണനെ ചണ്ടാളം തുടങ്ങിയോ? വേണ്ട സ്വാമി, ഞാൻ കൊണ്ടായി. വേണ്ട സാർ, ഒരു ഡ്രോപ്പ് കൂടെ തന്നാൽ ഇയാളെ ഞാൻ കുണിയെന്നാക്കാം സാർ. ഒരു ഡ്രോപ്പ് കൂടെ സിംഗിൾ ഡ്രോപ്പ് സാർ. ഇതുകൊണ്ടൊന്നും ഒരു രസമായില്ലല്ലോ. ഞാൻ തങ്കമ്മ ഏർപ്പാട് ചെയ്ത് വെച്ചിരിക്കല്ലേ. എന്നാ അവളെ ഇങ്ങോട്ട് വിളിപ്പിക്കേ. അവൾ പുറത്തെങ്ങും വരാറില്ല.
ഞാൻ അങ്ങോട്ട് പോയാലോ? അതാ നല്ലത്. അവിടെ എല്ലാ സൗകര്യവും ഉണ്ടെന്ന്. ഇപ്പൊ അണ്ടാറെ ഇത് കത്തിപ്പോയാ വേറെ ചൂട്ടുമില്ല, ഇത് കെട്ടുപോയാൽ കത്തിക്കാൻ തീപ്പെട്ടിയില്ല. ഇപ്പൊ 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 മണി എത്രയിടൂ? ഇന്നലത്തെ ആരായി? ചുമ്മാ നുള പറയാ. എത്ര മണിയായി? എത്ര മണി ആകണം? ഒരു 11 ആയിട്ടുണ്ടാ? ഒരു 10 ആയി. 10? അത് മതി. ഇനി ഒരു 10 മിനിറ്റ് കൂടി മഞ്ഞ് കൊള്ളുമല്ല. അല്ല രാമു സാറാ, ഇതെങ്ങാണ് പോണ്? ഞാൻ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ? അല്ല വീട്ടിലേക്കാണെന്ന് എനിക്കറിയാം. അല്ല അല്ല പിന്നെ എത്ര സംശയം ഉണ്ടോ? ഇല്ല, സംശയം ചുമ്മാ ചോദിച്ചാല്. എന്താ ഇവിടെ? ഞാനേ പീടികയിൽ സാമാനം മേടിക്കാൻ പോയിട്ടാണ്. അവിടെ ചെന്നപ്പോ കടയെല്ലാം പൂട്ടിപ്പോയി. അല്ല ഇവിടെ വന്നിരുന്ന് ഇത്തിരി കാറ്റെല്ലാം കൊണ്ടുവച്ച് പോകാൻ തരുന്നു. കാറ്റ് കൊണ്ടല്ലേ? അപ്പൊ സാറേ, പിന്നെ ആ പാലത്തിന്റെ പണിയൊക്കെ തീർന്ന? പാലത്തിന്റെ പണി തീർന്ന് ഉദ്ഘാടനവും കഴിഞ്ഞില്ലേ? നേരാണല്ല, അതിനെ കുറിച്ചാണല്ലോ ഇപ്പൊ ജനങ്ങൾക്ക് വഴി നടക്കുന്നത്. സാറ് നടന്നിട്ടുണ്ടാ? പിന്നെ ഈ സമയത്ത് ഇവിടെ ഇരുന്നപ്പോ എന്താ ഈ പാലത്തിനോട് താല്പര്യം തോന്നി? നിക്ക് സാറേ. അപ്പൊ സാറേ, സാറിന്റെ അനിയത്തി ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ തന്നെയല്ലേ ജോലി? അതെല്ലോ. ഞാൻ പോട്ടെ. അയ്യോ എന്റെ സാറേ, നിക്കന്നെ ഇത്ര ധൃതി പിടിച്ചു പോയാലാ? എനിക്ക് വീട്ടിൽ പോയിട്ട് ജോലി ഉണ്ടെന്ന്. സാറേ, എനിക്കും വീട്ടിൽ പോയിട്ട് ജോലിയുണ്ട്. നമുക്ക് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് പോകാലാന്ന് വിചാരിച്ചാണ്. അല്ലെ, അപ്പൊ എത്ര നേരം നിൽക്കേണ്ടി വരും? ഒരു 10 മിനിറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് പിടിച്ചിട്ട് ആരാ? ആരാ? എന്താ ചോദിച്ചു കേട്ടില്ലേ? ആരാണ്? ആരാടാ മോതിരേറ്റടിക്കുന്നത്? അയ്യോ, പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം കേട്ടോ. സാരമില്ല, പോയട്ടെ. പോയി ചൂട് വെള്ളത്തിൽ കുളിച്ചാട്ടെ. ഇളം ചൂടേ പാടില്ല കേട്ടോ. പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആട് നന്നാക്കാൻ നടക്കും. എന്ത് പറ്റി സാറേ? ഗുഡ് മോർണിംഗ്. ഞാൻ വീട്ടിൽ കയറിയിട്ട് വരിക. അല്ല, വെള്ളയ്ക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഉളുക്ക്. ആ, അവിടെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്ന. അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ ഞരമ്പിനും തൊട്ട് നിന്നോട് ചോദിച്ചാ പോടാ, പോയി എടുത്തോണ്ട് വാ. ഇത്ര രാവിലെ വേണോ സാർ? ഞാൻ തീരുമാനിച്ചോളാം. എന്നാ ശരി. ഞാനിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ചെറിയ ഇറങ്ങി വെച്ച്. എന്ത് പറ്റി? ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തർ എന്റെ മുഖത്തോട്ട് തന്നെ ടോർച്ചടിച്ചു. മര്യാദകൾ കാണിക്കുന്നോ ഞാൻ ചോദിച്ചു. നമ്മുടെ റൗഡി രാമു നന്നായി. കൊണ്ടില്ല, അവൻ ഒഴിഞ്ഞു കളഞ്ഞില്ലേ? അതല്ലേ എന്റെ പെണ്ണു കയറി പിടിച്ചത്. അവന്റെ കൈയും കാലും ഓടിക്കാതെ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുകയാണ്. ഓ, നാട്ടിലെ ചെറുപ്പക്കാരും കൂടെ അവന്റെ പുറകെയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കില്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ സകല പരിപാടികൾക്കും അവനെതിരാ. അവന്റെ ഒരു പൊതുപ്രവർത്തനവും ജനസേവനവും ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. പ്ലാനൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ പോരാ, എന്തെങ്കിലും ഉടനെ അങ്ങ് പ്രവർത്തിക്കണം. കണ്ടോ? വാക്കടാ, ഇങ്ങോട്ട് കെട്ടിയെടുക്കണ. പിന്നെ ശരി, എന്നാ പിന്നെ നമുക്ക് അവിടെ കാണാം. ശരി. ഞാനൊന്ന് ഉറക്കെ ചിരിച്ചോട്ടെ രാമേട്ട. വളരെ കേൾക്കും പെണ്ണേ. കേൾക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഒന്ന് ചിരിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ദുർലഭങ്ങളാണ്. എന്റെ രാമുവേട്ടൻ അടുത്തുള്ളപ്പോൾ മാത്രം. അതുകൊണ്ട് എല്ലാം മറന്ന് ചിരിക്കാൻ കഴിയുമ്പോൾ ചിരി അടക്കാൻ ഞാൻ ഒരുക്കമല്ല. നിനക്ക് വട്ടാണ്. ഈ ഭ്രാന്ത് എനിക്ക് ഇഷ്ടമാണ്. ഈ ഭ്രാന്ത് ഒരിക്കലും മാറാതിരുന്നെങ്കിൽ. നിന്റെ അച്ഛൻ അറിയുമ്പോ ഈ ഭ്രാന്ത് ചികിത്സിപ്പിക്കാൻ ശ്രമിച്ചോളൂ. പക്ഷേ മാറില്ല, മാറ്റാൻ സാധിക്കില്ല. ഞാൻ എന്റെ രാമുവേട്ടൻ്റെയാണ്. ഇപ്പൊ വിളിക്കൂ, ഞാൻ കൂടെ വരാം. വരട്ടെ.
വാസ്തി, എന്തോ? നീ പറഞ്ഞ നേരാണ്. അതെ ചേട്ടാ, എന്താ സംശയം? എന്റെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കും. നീ എന്റേതാണ്, ഞാൻ നിന്റേത്. ഒരു ദിവസം ഞാൻ വന്ന് നിന്നെ വിളിച്ചു. അധികം വൈകാൻ അന്ന് ഞാൻ കൂടെ വരും. എന്റെ പെണ്ണെ. എന്തോ? ഇവന്റെ പഠിത്ത ചെലവ് കാരണം കഴിഞ്ഞ മാസം രൂപ തികഞ്ഞില്ല. പള്ളിക്കൂടത്തിൽ നിന്ന് ഇവരെല്ലാം ഏതോ സ്ഥലം കാണാനെല്ലാം പോയി. അനാവശ്യമായിട്ട് കാശ് ചെലവാക്കാൻ പാടില്ല. അദ്ദേഹം ഇവിടെ ഇല്ലേ? അദ്ദേഹം എന്നേക്കാ വലിയ അദ്ദേഹം ഒന്നും ഇവിടെ ഇല്ല. എന്താ? എന്റെ ഭർത്താവ് പട്ടാളത്തിലാ. അയ്യോ, മരിച്ചു പോയിരിക്കും. ഇത്ര ചെറുപ്പത്തിലേ വിധവയായിപ്പോലെ. അതല്ല, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അയ്യോ, എന്റെ വിവാഹം നേരത്തെ കഴിഞ്ഞതാ. ഒന്നിലധികം ഭാര്യമാരുമായി ഇടപഴകാറുള്ള ആരോഗ്യവും എനിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നും സഹായത്തിന് ആരുമില്ലെന്നും കാണിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വിടും. ഇത്രേ ഉള്ളോ? അത് ഞാൻ ഏറ്റു. പിന്നെ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു കൈക്കൂലിപ്പാവിയാ. എന്നാ നിങ്ങൾ കൊടുത്തോട്ട് വാങ്ങിക്കത്തൂല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരണം. വഴി ഞാൻ ഉണ്ടാക്കാമെന്ന്. ഉള്ളത് എന്റെ തന്നെ വെച്ച് പോ. നാളത്തേക്ക് ശരിയാക്കാനില്ല. 25 രൂപയേ ഉള്ളൂ. നാളെ ഞാൻ വരും. ഞാൻ ഏറ്റവും പൊയ്ക്കോ പൊയ്ക്കോ. നാളെ എന്നോട്ടൊക്കെ വരണ്ട. ആ, വെട്ട് കുറെ കണ്ടവനാ ചാത്ത. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ മതിലിതിരെ പോകും. എന്റെ കുടിയിനകത്തുകൂടെ കൊല്ലങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണ്. നിങ്ങൾ ഇത് പൊളിച്ചു കളഞ്ഞ് എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോകും? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പൊളിച്ച് ഇവിടെ മതിൽ വെട്ടു. എന്നാൽ അതൊന്ന് കാണാമല്ലോ. അതിപ്പോ കാണിച്ചു തരാം. പൊളിച്ച് കളയണ അവിടുന്ന് ആ പട്ടാളക്കാരും ചട്ടമ്പികളും ചേർന്ന് ഞങ്ങളെ കുടിലെല്ലാം പൊളിച്ചു. എന്റെ പുലേനെ അടിച്ച് താഴെ ഇട്ടു. ഓടി വന്ന് രക്ഷിക്കണം നമ്പുരാനെ. ഈ നാട്ടില് ഞങ്ങളൊക്കെ ഉണ്ട്. ചാത്തന്റെ കുടിൽ കെട്ടി തരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളിപ്പോ വരും. വാ.
ഈ ഓല മുഴുവനെ ഞാൻ മെടഞ്ഞു വെച്ചിരിക്കുന്ന നിനക്കെടുത്തോണ്ട് പോകാനുള്ളതാണ്. എന്റെ അച്ഛനല്ല കണ്ടവന്റെ അച്ഛൻ പിടഞ്ഞതേ എനിക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? നിനക്ക് നാട് നന്നാക്കാനല്ലേ നേരമുള്ളൂ, വീട് നന്നാക്കാൻ നേരമില്ലല്ലോ. ഈ വീട് നന്നാക്കാൻ അമ്മാവൻ മതി, ഞങ്ങളാരും ആവശ്യം. വെള്ളാരണി പരവും കായംകുളം കൊച്ചുണ്ണി എടുത്തോണ്ട് പോ. മോനെ അച്ഛൻ കൂടെ വരണോടാ. വേണ്ടച്ചോ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്തോ നടിനി ചിരിക്കുന്നു? അല്ല, ചെറുപ്പക്കാര് പിള്ളേര് പോകുന്നിടത്ത് നിങ്ങൾക്ക് എന്നാ കാര്യം? ധൈര്യമായിരിക്കണം, ആരും നമ്മെ സംശയിക്കില്ല. നമുക്ക് ശത്രുക്കൾ ധാരാളമായി പോയി. ആ രാമു കൊന്നതാണെന്നേ ആളുകൾ പറയൂ. പോരെങ്കിൽ ആ പട്ടാളക്കാരനും രാമുവും തമ്മിൽ പണ്ടേ ശത്രുക്കളുമാണല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ റൗഡിയാണെന്ന് ആർക്കറിയാൻ പാടില്ല. എന്നാലും എനിക്കൊരു ഭീതി. ഞാൻ അതിനെ കത്തിയല്ലേ കൊണ്ടത്. ഒരു ഭീതിയും വേണ്ട, എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ. ഏതായാലും താനൊന്ന് ചുറ്റിക്കറങ്ങി അന്തരീക്ഷം എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിട്ടു. നമ്മുടെ ആ റൗഡി രാമുവിനെ പട്ടാളം ഭാസ്കരൻ കൊന്നു. പട്ടാളം ഭാസ്കരനെ ആ റൗഡി രാമു കൊന്നു.
കാലത്തെ പേപ്പറിൽ ന്യൂസ് വന്നിട്ടുണ്ടോ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പഴായിരിക്കും ആശ്വാസമായത്. അപ്പോ നമുക്കിത് ഒന്ന് ആഘോഷിക്കണ്ടേ? കൊണ്ടുവരും കൊണ്ടുവരും. അറിഞ്ഞോ രാമചേട്ടനോ പട്ടാളക്കാരൻ കുത്തിക്കുന്നു? പത്രത്തിൽ കിടക്കുന്നു. ഇല്ല, എന്റെ രാമചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വാസന സമാനപ്പെടൂ. സാധ്യക്കൊണ്ട് വേഗം വരാം. അയാൾ ആരാണമ്മേ? അയാളെ എന്റെ പൊന്നു മക്കൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കും. പോലീസുകാർ ഇപ്പം കയറി വരും. എന്റെ അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചേട്ടൻ കത്തിക്കൊണ്ട് കൊത്തുന്നത് കണ്ടവരുണ്ടെന്നാ പറയുന്നത്. വളർത്തി ഇത്രയും പ്രായമാക്കിയ നിന്നെ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് വിലങ്ങ് വെച്ചോട്ട് പോകുന്നത് കാണാൻ വയ്യ മക്കളെ. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? എവിടെയെങ്കിലും പോകട്ടെ. എങ്ങും പോകാൻ നിന്നെ പിടിക്കാൻ വരുന്ന പോലീസ് ഏതാണെന്നൊന്ന് കാണട്ടെ. ഇങ്ങനെ വാശി വൈരാഗ്യം കാണിക്കരുത്. നിരപരാധിയായി എന്റെ മോൻ എന്തിനു ഒളിച്ചു നടക്കണം? നിരപരാധിയാണെങ്കിലും പോലീസിനെ പേടിക്കാതിരിക്കാൻ ഒക്കുമോ? അവൻ എന്റെ മോനാടി. അവൻ ആരെയും പേടിക്കണ്ട. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? അമ്മ വിശ്വസിക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ചേട്ടൻ പോകരുത്. നീ ഒരിടത്തും പോകണ്ട. എന്റെ മോനെ തൊടുന്നവന്റെ ആളിയാൻ പറ്റും. എന്നാലും രാമു ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. കടയിൽ വലിച്ചൂരി വീണ്ടും കുത്തുന്നത് കണ്ടവരുണ്ട്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യല. ഇത് മർദ്ദനാണ്. കൊലയി പടുകൊലയി എത്തുമ്പോഴല്ല കൊലപാതകം. വെറുതെ കൊലപാതകത്തിന് സാക്ഷിയാവാതെ കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത് സാർ. അംഗമായി കൊലപാതകത്തിന്റെ കാര്യമെല്ലാം കേട്ടെങ്കിൽ ഭയന്നു പോയെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കേട്ടോ. പിന്നെ കാശ് തന്നിട്ട് പോയാ മതി. കാശ് കൊടുത്തേക്ക് പോടാ പോരങ്ങേ. തങ്കമ്മേ, അപ്പോ നമ്മുടെ കാര്യം തരാം സ്വാമി, ഒന്ന് സമാധാനപ്പെടണം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. വേണ്ട വേണ്ട, ഇപ്പൊ പശുവിനെ കറക്കണ്ട. സ്വാമി മരുന്നിനാ വന്നത്. ഓ, അതാണോ കാര്യം? എന്നാ ഞാൻ ക്ലാസ് കഴിക്കോളാം. ആ വരണം സ്വാമി. ആ ഇന്നൊരു കാര്യം, ഇവിടെ കുടിച്ച് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. യാതൊരു ബഹളവുമില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ബഹളം ഉണ്ടാകുമെന്ന് തങ്കമ്മയ്ക്ക് തോന്നുന്നത്. യാതൊരു ബഹളവുമില്ല. വളരെ സൈലന്റ് ആണ് തങ്കമ്മേ. നിന്റെ തങ്കമ്മേ, ഞാൻ ആകെ ക്ഷയിച്ച സമയമാണ്. അതാണ് ഈ നാടൻ പ്രേമം തുടങ്ങിയത്. ഇതിനു മുമ്പ് വെറും ഫോറിൻ മാത്രമായിരുന്നു. ശമ്പളം കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് തന്നേക്കണം. ശമ്പളം കിട്ടിയാൽ മുഴുവനും നിനക്ക് തന്നെ തരാം. ഒന്നും പേടിക്കണ്ട. അയ്യോ പോലീസ്! സ്വാമി ഇതിന് പോയാട്ടെ, പോകൂ. അയ്യോ ബഹളം വെക്കുന്നത്? തങ്കമ്മ വന്നോ? പേരെന്താ? ഇതെന്റെ ആരാ? തങ്കമ്മ. തങ്കമ്മ എന്റെ ഭാര്യ. സത്യമായിട്ട് എന്റെ ഭാര്യ. ഭാര്യ തന്നെയാണോ അതോ? അതെ അതെ അതെ, അത് തന്നെ. ചായ കച്ചവടം മാത്രമേ ഉള്ളൂ? ഊണുണ്ട് സാർ. രാമൂട് വരാറുണ്ടോ? എന്താണ് നോക്കുന്നത്? ഉണ്ട്. എനിക്കുള്ള പരിചയമുണ്ടോ? എന്താണ് അവിടെ നോക്കുന്നത്? ഉണ്ട്. അവരുടെ എപ്പോഴാ വന്നത്? തങ്കമ്മ എപ്പോഴാണ് വന്നത്? ഇന്നലെ സാർ. ഇന്നലെ. ആ എന്റെ തങ്കമ്മേ, നമ്മക്ക് ഈ മരുന്ന് കച്ചവടം പറ്റിയില്ല. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായി. ആ സ്വാമി പോയാ?
സ്വാമി എങ്കേയും പോകലേ സ്വാമി എങ്കേയും പോയിട്ടില്ല. അയ്യോ എന്റെ സ്വാമി അയ്യോ എന്റെ കുപ്പി കാര്യാക്കി എന്റെ സ്വാമി ദൈവത്തെ ആവശ്യമുള്ള പണം ഞാൻ തരാമില്ല. പൊന്നു സ്വാമി പണമൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. പണം വേണ്ടെങ്കിൽ വേണ്ട. വാസന്തി, നിങ്ങൾ എന്നെ സംശയിക്കുന്നു. ചേട്ടാ, ആ വാർത്ത പത്രത്തിൽ വന്നു കഴിഞ്ഞു. കൊലപാതകം നടന്നാൽ പത്രത്തിൽ വരാതിരിക്കും. ചേട്ടൻ എന്തൊരു ധൈര്യം! ഞാൻ എന്തിനാ ധൈര്യപ്പെടണം? ഞാൻ ആരെയും കൊന്നില്ലല്ലോ. ചേട്ടാ, എന്നോട് മാത്രമെങ്കിലും തുറന്നു പറയൂ, ആ പട്ടാളക്കാരൻ എങ്ങനെ മരിച്ചു? അയാളെ കുത്തിക്കൊന്നു. ആരെ? ചേട്ടനോ? കരയാതെ മോളെ, അച്ഛനൊന്നുമില്ല. ഇവൾ എന്നെ വിട്ട് മാറുന്നേ. വാ മോളെ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ല. ചേട്ടൻ എവിടെ പോയോ എന്നോ, എനിക്ക് ആകെ പേടിയാവുന്നു. ഭീരുവാകാതെ ശാന്തി, നീ രാമുവിന്റെ സഹോദരിയാണ്. അവൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ടല്ലേ പോയത്. പോലീസുകാരുടെ കണ്ണിൽ അകപ്പെടുമോ എന്നോ. അകപ്പെട്ടാൽ തന്നെ ഒന്നും വരാൻ പോകുന്നില്ല. കൊല ചെയ്ത് രാമുവല്ലോ. എന്താ നിനക്കും സംശയമാണ്? അതുകൊണ്ടല്ല, പ്രസിഡന്റ് വിചാരിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ പാട്ടിലാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥന്മാരെ പാട്ടിലാക്കാൻ സാധിക്കും, പക്ഷെ പൊതുജനങ്ങളെ അതിന് കിട്ടില്ല. ശാന്തി ധൈര്യമായി വീട്ടിലേക്ക് പോകും. രാമുവിന് വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ മകനോടെ പോയി സത്യം പറയണം. തല പോയാലും ഞാൻ കള്ളം പറയത്തില്ല. അവനിവിടെ ഇല്ല. എവിടെ വിളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. അവൻ ഒളിക്കത്തില്ല. അവൻ എന്റെ മോന. നിരപരാധിയായി അവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഭേദം അവന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യും. എടോ മൂപ്പലെ, എനിക്ക് പ്രസംഗമൊന്നും കേൾക്കണ്ട. തന്റെ മകൻ കൊലപ്പുള്ളിയാണ്. എന്റെ മോൻ അങ്ങനെ ആരെയും കൊന്നിട്ടില്ല, കൊല്ലുകയുമില്ല. അകത്ത് കയറി നോക്കണോ. അത്ര ഭീരുക്കളല്ല ഇവിടെ താമസിക്കുന്നത്. എടി, നിനക്ക് രാമുവിനെ പറ്റിയ വല്ല വിവരമുണ്ടോ? മിസ്റ്റർ, കുറെ കൂടി മര്യാദയ്ക്ക് സംസാരിച്ചാൽ കൊള്ളാം. നിങ്ങളൊരു ഓഫീസറല്ലേ? അകത്ത് കയറി നോക്കണം. രാമു വന്നാൽ ഉടൻ വിവരം സ്റ്റേഷനിൽ അറിയിക്കണം. ഈ കരിക്ക് കുടിക്കും. വയറ് കാഞ്ഞ് നടന്ന വല്ല ദീനവും വരും. പോലീസ് നിങ്ങളല്ലേ രാമു? അതെ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. കോൺസ്റ്റബിൾ. കുഞ്ഞ്, രാമു കുഞ്ഞിനെ പോലീസ് പിടിക്കും. എവിടെ വെച്ച്? എന്റെ കുടില് വെച്ച്. അയ്യോ, എന്റെ കുഞ്ഞിനെ പോലീസുകാരിടിച്ചു കൊല്ല്. നിങ്ങൾ സമാധാനപ്പെട. അവനൊന്നും സംഭവിക്കില്ല. എന്റെ മകനെ എനിക്കറിയാം. മാമനെ എന്തിനാ പോലീസുകാര് കൊണ്ടുപോകുന്നത്? മോള് വീട്ടിൽ പൊയ്ക്കോ, മാമൻ വന്നിട്ട് പറയാം. മാമന്റെ കയ്യിൽ എന്തിനാ വിലങ്ങ് വെച്ചിരിക്കുന്നത്? മോളെന്തിനാ കയ്യിൽ വളയിട്ടിരിക്കുന്നത്? അതുപോലെ അല്ല അല്ല, മോള് പൊയ്ക്കോ. ഞാൻ ഇവരുടെ കൂടെ പോയിട്ട് വേഗം വരാം. മാമന്റെ കൂടെ ഞാനും വരും. അയ്യോ, മോള് വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചോണ്ടോ. നടക്കണോ. മാമനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അമ്മേ, നമ്മുടെ രാമുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. സുശീലി, നീ ഇവിടെ കൂടെ നോക്കിക്കൊള്ളണേ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം അമ്മേ.
തങ്കമ്മേ, നീ ഇങ്ങനെ ആഞ്ഞാഞ്ഞിരിച്ച് നിന്റെ ആരോഗ്യം കളയരുത് കേട്ടാ. അങ്ങനെയൊന്നും നശിക്കുന്ന ആരോഗ്യമല്ല. ഞാൻ കുറെ ഇടി ഇടിച്ചതാ. അത് ഇങ്ങനെ നിന്നെ കണ്ടായാലും ചൂട്. എന്റെ അച്ഛനും ചായ കത്തോട് മാറുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറില്ല. ഞാൻ എങ്ങാട് മാറാനാണ് നീ പറയണത്. എന്റെ തങ്കമ്മേ, നീ ഇങ്ങനെ ഇടിച്ചിടിച്ച് വേർക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് തകരണ കേട്ടാ. അയ്യ, എന്തൊരു സ്നേഹം. എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. പക്ഷെ നിനക്ക് നാട്ടുകാരോടാണല്ലോ സ്നേഹം. അങ്ങോട്ട് മാറി നിൽക്ക്, ഇതൊന്നും ഇരിക്കട്ടെ. ഇങ്ങനെ നാട് ഞാൻ കൂടി ഒന്ന് സഹായിച്ച് തരാൻ മതി. നടുവെടുക്കാൻ വയ്യാത്ത നിങ്ങളാ പറ സഹായിക്കുന്നത്. മാറി നിൽക്ക്. മുഖത്തെ അവിടെ ഇവിടെ കണ്ടാല് രോമം നരച്ചു പോയെന്ന് വെച്ചേ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് തങ്കം. ആരോഗ്യം കൂടിയിട്ടായിരിക്കും ആദ്യത്തെ അവള് കളഞ്ഞേച്ചു പോയത്. അവളെ ഞാൻ ഉപേക്ഷിച്ചില്ലടി, അവൾ എന്നെയാണ് കളഞ്ഞേച്ചും പോയത്. ഏതായാലും വയ്യാത്ത കാലത്ത് നമുക്കായി വെച്ചിരുന്നല്ലോ. ആ, നീ എന്നെ ഈ നിലയിലെ കത്തി എടുത്തു കളഞ്ഞില്ലേ? ഇടിച്ചോ ഇടിച്ചോ. അയ്യോ അയ്യോ, എന്തു പറ്റി? വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഇല്ല. വാസന്തി ധൈര്യമായിരിക്കും. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. ശാന്തിയുടെ ചേട്ടനും എന്റെ അച്ഛനും തമ്മിൽ കടുത്ത ശത്രുതയിൽ കഴിയും. നമ്മൾ തമ്മിൽ ശത്രുത ഒന്നുമില്ലല്ലോ. അതല്ലേ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്നത്. ഇങ്ങോട്ട് വന്നത് അച്ഛൻ അറിഞ്ഞു? അച്ഛൻ രാമുവേട്ടന് ജാമ്യം അനുവദിക്കാതിരിക്കാനല്ലേ? എന്റെ ചേട്ടൻ നിരപരാധിയാണ് വസന്തി. അനീതികളെ എതിർക്കുമെന്നല്ലാതെ ഒരു ഉറുമ്പൻ പോലും കൊല്ലാനുള്ള മനക്കെട്ടി എന്റെ ചേട്ടനില്ല. അതെനിക്കറിയാം ശാന്തി. എല്ലാം കാലക്കേടായിരിക്കും. ഞാൻ വന്നത് ഒരു പ്രധാനമായ കാര്യത്തെപ്പറ്റി പറയാനാണ്. എന്താണ്? ഒരു കുളം വെട്ട് സംബന്ധപ്പെട്ട ഫയൽ ഓഫീസിലുണ്ട്. കുളം വെട്ടിക്കാതെ ആ പണം മുഴുവൻ എഴുതിയെടുത്തതല്ലേ? ആ ഫയൽ നമുക്ക് വിജിലൻസുകാർക്ക് അയച്ചു കൊടുക്കണം. ഒരച്ഛനെതിരായി ഒരു മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അച്ഛൻ കാട്ടുന്ന അഴിമതികൾ എന്തൊക്കെയാണെന്ന് ശാന്തിക്ക് അറിയില്ല. ഓഫീസിൽ അദ്ദേഹം ഇടപെട്ട് നടത്തുന്ന അഴിമതികൾ അതിലും ഭയങ്കരമാണ്. എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു ഓഫീസർ അവിടെ ഇല്ലേ? പാവം മനുഷ്യൻ. അയാൾ വാസന്തിയുടെ അച്ഛനെ ഭയന്ന് കഴിയുന്നു. ഏതായാലും ശാന്തി ആ ഫയലിങ് തരണം. വാസന്തി, ഞാൻ ആ ഫയൽ എത്തിക്കേണ്ട ഇടത്ത് എത്തിച്ചു കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. എത്തിച്ചു കഴിഞ്ഞു? കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. തനിക്ക് ഭ്രാന്തുണ്ടോ? താനെന്തിനാ കുളം വെട്ടിന്റെ ഫയൽ അവളെ ഏൽപ്പിച്ചത്? നോ വറീസ്, ഷീ ഈസ് എ സിൻസിയർ ഗേൾ, വെരി ബ്യൂട്ടിഫുൾ, വെരി സ്വീറ്റ്, ഗുഡ് ഫിഗർ. ഞാൻ എല്ലാ സീക്രട്ട് ഫയലുകളെയും അവളെ ഏൽപ്പിച്ചു. നോൺസെൻസ്. എടോ, അവൾ നമ്മുടെ ശത്രുവിന്റെ സഹോദരി എന്നുള്ള വിവരം താൻ മറന്നുപോയോ? ബട്ട് ഷീ ഈസ് മൈ സ്വീറ്റ് ഹാർട്ട്. കാമുകി. ഞാൻ അവളെ ഫുഡ് മുതൽ ഹെഡ് വരെ സ്നേഹിക്കുന്നു. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് സാർ. എത്ര ടൈംസ് വേണമെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ ഡൈ ചെയ്യും. ഇങ്ങനെ ഒരു ജീവിയുണ്ട്. പെണ്ണെന്ന് കേട്ടാൽ മതി, എന്തും ചെയ്യും. അതാണല്ലോ നമ്മുടെ ഈ പുരുഷന്മാരുടെ ഒരു 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 വീക്ക്നെസ്. തന്റെ ഒരു വീക്ക്നെസ്. എടോ, അവൾ എന്തെല്ലാം കുഴപ്പം കാണിക്കും തനിക്കറിയാമോ? ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വൈഫ് ഡൈവേഴ്സ് കൊടുത്തതും ഉടനെ ഞാൻ ശാന്തി അമ്മയെ ഫിക്സ് ചെയ്യും. We will have a happy married life with plenty of children. ദീർഘമായ ദാമ്പത്യം, ധാരാളം കുട്ടികൾ. ഇത് കേട്ടാ തോന്നുന്നല്ലോ അവളങ്ങ് സമ്മതിച്ചു. I love her. ഞാൻ അവളെ സ്നേഹിക്കുന്നു. 50% ഓക്കെ. ഇനി അവളെ അടുപ്പിക്കണം. അത് വെരി ഈസി. 30% ആയി. only 20% മോർ. അത് ഉടനെ നടക്കും. നിർത്താം. എടോ, തന്റെ റൊമാൻസുള്ള കാര്യമല്ല ഇത്. ആ ഫയലല്ലേ ഉടനെ എനിക്ക് ഇവിടെ വേണം. വാട്ട് ഓഫ് ദാറ്റ്? എത്തിക്കാമല്ലോ. അത് ഞാൻ ഏറ്റിരിക്കുന്നു. അതൊരു വലിയ കാര്യം. ഈ പെൺകോന്തൻ എല്ലാം നശിപ്പിക്കുന്ന തോന്നുന്നത്. അങ്ങനെ പറയരുത് സർ. ഞാനൊരു ലവർ. അത് കുറ്റവും. എടോ, ലവ് ഒക്കെ തന്നെ സ്വന്തം കാര്യം. ആ ഫയലും കൊണ്ടല്ലാതെ മേലാൽ ഇവിടെ വന്നു പോരുത് പറഞ്ഞേക്കാം. എത്തിക്കാം സാർ. ഞാൻ അത് ഏറ്റിരിക്കുന്നു. സാർ എന്തിനാ കോവി? വേഗം പോയി കൊണ്ടുപോകൂ. കൊണ്ടുവരാം. പിന്നെ വരട്ടുവാ. നാശം പിടിച്ചവൻ. ആ ഫയലിലെ കാര്യങ്ങൾ വെളിയിലായാൽ അയാൾ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞത്? അത് ശരി, പക്ഷെ എന്റെ കോപ്പി എടുത്തിട്ടാ കൊണ്ടുവരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഓഫീസേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലല്ലേ, ആരെന്ത് ചെയ്യാൻ? എന്നാലും നമ്മൾ സൂക്ഷിക്കണം ദാസപ്പ. ആരും ഒരു ചുക്കും ചെയ്യാനില്ല. ചെയ്യാൻ ശ്രമിച്ചവനൊക്കെ അനുഭവിക്കുന്നുമുണ്ട്. അല്ല, ഏതായാലും തോൽക്കാൻ ഞാനൊട്ട് തീരുമാനിച്ചിട്ടില്ല. വാ, നമുക്ക് ഔട്ട് ഹൗസിലോട്ട് പോവാം. അയാൾ ഈ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾക്ക് കുറെ സ്വാധീനമുണ്ട് ഇവിടെ. അയാൾക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞേ ഈ നാട്ടിൽ പൊതുവഴി വേണ്ടെന്നാണ് പറയുന്നത്. നാം എത്ര കാലമായി ശ്രമിക്കുന്നതാണ്. ഏതായാലും രാമു കൂടെ ഒന്ന് വന്നോട്ടെ. ശരിയാണ്, രാമു കൂടെ വന്നെങ്കിലേ നടക്കും. പ്രസിഡന്റിന്റെ പ്രേടത്തിൽ കൂടി വഴിവെട്ടുന്നതിന്റെ കാല് വെട്ടുമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആരുടെ കാലിന്റെ നീളം കുറയുമെന്ന് നമുക്ക് കണ്ടറിയാം. രാമുവിന് ജാമ്യം കിട്ടുമോ വാസു? നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിരിവിന് ചെന്നിടത്തു നിന്നൊക്കെ പ്രതീക്ഷയിൽ കൂടുതൽ പണം കിട്ടി. ഏതായാലും ഞാൻ കോടതി വരെ ഒന്ന് പോയിട്ട് വരാം. വഴി വെട്ടുന്ന പ്രശ്നം രാമു വരുന്നവരെ നിർത്തിവെക്കാം. രാമു വരും, നമ്മൾ പ്രസിഡന്റിന്റെ പുരയിടത്ത് കൂടി വഴിയും വെട്ടും. ചേട്ടൻ നാളെ ജാമ്യത്തിലിറങ്ങും. നാളെ തന്നെ വഴിവിട്ട് നടക്കും. ചേട്ടനെ ഇതിലൊന്നും ഇടപെടരുതെന്ന് പറയണം.
വാസന്തി പറഞ്ഞാലേ ചേട്ടൻ കേൾക്കൂ. പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോ നിന്റെ ചേട്ടൻ മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നത് ഭീരുത്വമല്ലേ? രണ്ടു കൂട്ടരും കടുത്ത വാശിയിലാണ്. അച്ഛന്റെ ദ്രോഹബുദ്ധിയൊന്നും ഇനി വില പോവാൻ പോകുന്നില്ല. നാട്ടുകാർ മുഴുവൻ രാമുചേട്ടന്റെ കൂടെയുണ്ട്. ആകെക്കൂടി എനിക്ക് വല്ലാത്ത ഭീതി. ഒരു ഭീതിയും വേണ്ട. കഴിയുമെങ്കിൽ ഓരോ മൺവെട്ടിയുമായി നമുക്കും അവരോടൊത്ത് ഇറങ്ങാം. വാസന്തി, കുറെയൊക്കെ തന്റെ ഇടം കാണിക്കണ്ടേ ശാന്തി? രാമുചേട്ടന്റെ സഹോദരിയല്ലേ നീ? ആ വിപ്ലവ വീര്യം നീയും കാണിക്കട്ടെ. എന്റെ ചേട്ടനെ ഇനി പോലീസുകാർ കൊണ്ടുപോകുന്നത് കാണാൻ എനിക്കരുത്തില്ല. ശാന്തി, ഇനി രാമുചേട്ടനെ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ രാമുചേട്ടന്റെ കൂടെ പോകും. വാസന്തി, സമാധാനമായിരിക്കും. എല്ലാം മംഗളമായി നടക്കും. വരൂ, ദീപാരാധനയ്ക്ക് സമയമായി. നിർത്താനല്ലേ പറഞ്ഞത്? നീ ആരാടാ? ഏതവനാടാ അറിയണ്ട ആരാണെന്ന്? താൻ തന്നെ അറിഞ്ഞാ മതി. അമ്മാവൻ മാറണം. ഇയാളോട് ചോദിക്കാൻ ഞങ്ങൾ മതി. മിസ്റ്റർ, ഇത് എന്റെ പുരയിടമാണ്. അതുകൊണ്ടല്ലേ ആഞ്ചി വെട്ടുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെച്ചാലുണ്ടല്ലോ. ആ, കണ്ടവന് വേണ്ടി വാലാട്ടാൻ നടക്കാതെ വന്ന് മമ്മറ്റിയെടുത്ത് വെട്ടടാ. നാട്ടിനൊരു പൊതുവഴിയെങ്കിലും ഉണ്ടാവട്ടെ. ആഹാ, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു. മോനെ, ജാമ്യം കിട്ടിയോണ. പ്രസിഡന്റ് എതിർക്കാൻ വന്നിരിക്കും. ഇനി ആരാ എതിർക്കണം നോക്കട്ടെ. നിങ്ങൾ ഓടുവിട്ടെ. ആറ്റം മാറി. ഇത്രയും ദൂരം ഞാനും കൂടെ വെക്കും. ഞാനിത് തീർത്തിട്ട് മാറും. ഞാൻ ഒരു മമ്മട്ടിയിലാണ്. മഹാ നാണക്കേടായിപ്പോയി. നമ്മൾ ഇത്രമാത്രം ശക്തിയായി എതിർത്ത് നിന്നിട്ടും അമര റോഡ് വഴി പൂർത്തിയാക്കി കളഞ്ഞല്ലോ. നാട്ടുകാർ ഒറ്റക്കെട്ടായി എന്നാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? യു ആർ കറക്റ്റ്. ഒരു വാറിന്റെ പ്രതീതി ഉണ്ടായിരുന്നല്ലോ. ചുണക്കുട്ടന്മാർ, ആ നാട്ടുകാർ മുഴുവൻ ആ രാമുവിന് വേണ്ടി മരിക്കാൻ പോലും എവർ റെഡിയാണ് സാർ. എന്റെ കൂടെ ഉള്ളത് തന്നെ പോലെ നട്ടിലില്ലാത്ത കുറെ കൂലിപ്പെട്ടാണ് സാർ. ശരിക്കും ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന്മാർ എന്നെ തറയിൽ നിർത്തണ്ടേ സാർ. സാർ, ഞാൻ പറയാൻ പാടില്ലാത്തതാണ്. ഒരുത്തൻ എന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു ചവിട്ടി കളഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല സാർ. ഇപ്പോ അറിയാതെ യൂറിൻ പാസ് ചെയ്യാണ് സാർ. പറയാതെ പോവാ സാർ. പോകുന്നതിന് മുമ്പ് ഈ വേദന മാറാൻ ഒരു സ്മോൾ കിട്ടിയാൽ തരകരില്ലായിരുന്നു സാർ. സാർ നടക്കുന്നു. ശരിയാ, ശകലം അടിച്ചാലേ മനസ്സിന്റെ പ്രയാസം അങ്ങോട്ട് മാറും. നമ്മുടെ പട്ടയുടെ അഭിപ്രായം കേട്ടില്ലേ? നാട്ടുകാർ മുഴുവൻ അവന്റെ പുറയാണോ? ഒന്നുമില്ലെന്നേ, നമുക്ക് എടുക്കാവില്ലേ. എവിടെയാണ് പട്ട? കണ്ടില്ല, എവിടെയും മനസ്സിലാവേ. ഇടൂ, പാടോ, പോകട്ടെ. അവിടെ കിടന്ന് തുണഞ്ഞോ? അവിടെ കിടക്കട്ടെ, നമുക്ക് പൂട്ടിയിട്ട് പോകാം. എന്നെയല്ല. ജയ കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അച്ഛൻ ഏത് വിധവും ചേട്ടനെ നശിപ്പിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണീരൊഴുക്കാന്നുള്ളതല്ലാതെ. വാസന്തി ധൈര്യമായിരിക്കും. അച്ഛന്റെ ഓലപ്പാമ്പ് കണ്ടൊന്നും ഞാൻ വിരലില്ല. ആ ഒറ്റ വിശ്വാസമേ എനിക്കുള്ളൂ. എന്നാൽ ധൈര്യമായി പൊയ്ക്കോളൂ. അച്ഛൻ ഇനി പല ചതിവിനും കെണിയൊരുക്കും. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. വളരെ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? കൊലക്കേസിൽ വരെ കുടുക്കിയില്ലേ? നിങ്ങൾ തമ്മിൽ ഇത്ര വലിയ വൈരാഗ്യത്തിന് കാരണം എന്താ? ആ മനുഷ്യൻ എന്നോട് തന്നെ ചെയ്യണം. ഞാൻ അയാളെ അത്രത്തോളം സഹായിച്ചവനാണ്. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാസന്തിയുടെ അച്ഛന് മറ്റൊരു മകനുണ്ടെന്നുള്ള സത്യം വാസന്തിക്കറിയാം. അച്ഛന് മറ്റൊരു മകനോ?
അവിഹിത ബന്ധത്തിൽ ജനിച്ച ആ കുഞ്ഞിന് ഇതുവരെ... നീ എന്തിനു സംശയിക്കുന്നു? ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ച എന്നെ കൊലക്കുടിന്ന് പുറത്താക്കും. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്റെയല്ലേ? തമ്പ്രാൻ പറയുന്നത് സത്യമാണോ? എന്നെ ചതിക്കല്ലേ? നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ. കഷ്ടം. അയ്യോ, അതുകൊണ്ടല്ല. അപ്പോ നിനക്കെന്നെ വേണ്ടേ? അയ്യോ തമ്പ്ര, കള്ളി. അയ്യോ ആരെങ്കിലും കാണും. അയ്യോ അയ്യോ തമ്പ്ര, അയ്യോ അയ്യോ. തമ്പ്ര, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാകും. തമ്പ്രാൻ, ഞങ്ങളെ രക്ഷിക്കണേ. ഇല്ല, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളെ. ദേവകി, നീ എന്നെ അവമാനിക്കരുത്. എവിടെയെങ്കിലും പോയി ജീവിക്കേ. തമ്പ്രാൻ എന്നെ രക്ഷിച്ചോളാന്ന് പറഞ്ഞല്ലേ എന്നെ ചതിച്ചത്. ഞാനൊന്ന് പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമായിരുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നാ കൊണ്ടാണെന്ന് തെണ്ട്. ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും. തമ്പ്ര, എന്റെ തമ്പ്ര. നിൽക്കവിടെ. ഇവിടെ പോകുന്നു. എന്റെ പെങ്ങളെ വഴിയാധാരമാക്കിയിട്ട് പോവുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ഒരു പാവപ്പെട്ട കൊലയിപ്പിണെ വഴിയാധാരമാക്കിയിട്ട് തടിതപ്പാണ്. അവർ കണ്ടവാനം നടന്നതിന് എന്നെ പിടിച്ചു കുരുക്കാവുന്നു. മിണ്ടിപ്പോരുത്. കൊന്നീ കുടിലിനകത്ത് കുഴിച്ചു മൂടും. പിടിച്ചു കെട്ടി നീ മാനിനെ. നാട്ടുകാർ കാണട്ടെ. മിസ്റ്റർ രാഘവൻ നായർ, ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മിസ്റ്റർ രാമു, അത്ര വലിയ ബഹുമാനമൊന്നും വേണ്ട. പറയുന്ന അനുസരിച്ചാൽ മതി. എന്നെ അവമാനിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും ചിലവിന് കൊടുക്കണം. എനിക്കൊരു മകളുണ്ട്. അമ്മയില്ലാത്ത അവൾ ഈ ബന്ധം അറിഞ്ഞാൽ... ഭർത്താവില്ലാതെ പ്രസവിക്കേണ്ടി വരുന്ന ഇവളുടെ കഴിയോ? മിസ്റ്റർ രാമു, ഞാനൊരു പൊതുപ്രവർത്തനാണെന്ന് അറിയാമല്ലോ. എന്നെ രക്ഷിക്കണം. ഇങ്ങനെ കുറെ പൊതുപ്രവർത്തകരെ കിട്ടിയാൽ നാട് രക്ഷപ്പെടും. മിസ്റ്റർ രാമു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിക്കണം. തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് ഞാനൊരു ഉപായം പറയാം. നിങ്ങൾ മാസാമാസം ഇവൾക്ക് ചിലവിന് വേണ്ട തുക എന്നെ ഏൽപ്പിക്കുക. ഞാൻ ഇവിടെ എത്തിച്ചു കൊടുക്കും. ഞാനിത് ആരോടും പറയില്ല. നിങ്ങളുടെ മാന്യതയ്ക്ക് കോട്ടവും തട്ടില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. രാമു പറയുന്ന പോലെ അനുസരിക്കാം. പക്ഷെ വാക്ക് തെറ്റിയാൽ ഞാൻ ഇവിടെ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവരും. ആരുടെ തെറ്റായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ മേലിൽ സഹോദരനവർക്ക് അപമാനം ഉണ്ടാക്കി വെക്കരുത്. ഇല്ല തമ്പ്ര. ഓഹോ, അങ്ങനെ ഒരു കഥയുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല. അത്ര വലിയ ഉപകാരം ചെയ്ത് എന്നെയാണ് അയാൾ കൊലക്കേസിൽ പ്രതിയാക്കിയത്. ചേട്ടനെ അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ ഞാൻ വ്രതമാണ്. വിശേഷിക്കുന്ന ദൈവങ്ങളല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ എന്നെ കൈവിടില്ല ചേട്ടാ. വിശ്വാസം രക്ഷിക്കട്ടെ. അടുത്ത ആഴ്ച വിധി പറയും. ഈശ്വരാ, ചിലപ്പോൾ എന്നെ തൂക്കിക്കൊന്നു വരും. കൊലയ്ക്ക് കൊലയാണല്ലോ ചിട്ട. ആ വാർത്ത കേൾക്കാൻ ഞാൻ ജീവിച്ചിരിക്കില്ല ചേട്ടാ. അങ്ങനെ പറയരുത് വാസന്തി. എന്നെ തൂക്കിക്കൊന്നാലും ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വാസന്തിയെയും വാസുവിനെയും പോലെയുള്ളവർ ജീവിച്ചിരിക്കുമല്ലോ എന്ന ചിന്ത മാത്രമാണ് എനിക്കൊരാശ്വാസം. മോളെ വാസന്തി, നീ എന്താ അച്ഛനെ കാണുമ്പോഴൊക്കെ മുഖം പോലും ഇങ്ങോട്ട് തിരിക്കാതെ പോയി കളയുന്നത്? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ മോളെ. പക്ഷെ നീ... ഞാൻ പോട്ടെ. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ... എന്റെ വേദന അമ്മ കൂടി പങ്കിടുവായിരുന്നു. മോളെ, അമ്മ രക്ഷപ്പെട്ടു. മോളെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനാണ്. ഒന്നാമത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമല്ലേ, അപ്പൊ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് എന്താ ആവശ്യം? അങ്ങനെയല്ല, ഇയാളെ ഈ നിലയിൽ വിട്ടാൽ ഈ നാട് നന്നാകും. അടുത്ത കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം ഞാൻ അവതരിപ്പിക്കും. ഇനി മറ്റൊന്ന്, അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് രാമുവിനെ രാഘവൻ നായർക്കെതിരായി
ഈ വാർഡിൽ നിർത്തി മത്സരിക്കുക. അതൊന്നും വേണ്ട. എനിക്ക് ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതുകൊണ്ടാണ് ഈ ഞാനൂരുകൾ ഇങ്ങനെ തലപൊക്കുന്നത്. ഇത് രാമുവിന്റെ വ്യക്തിപരമായ ആവശ്യമല്ല, ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. ആ, നാട്ടുകാർക്ക് വേണ്ടി രാമു സമ്മതിക്കണം. ജയിച്ചാൽ രാമു പ്രസിഡന്റാണ്. ഏതായാലും കേസ് കഴിയട്ടെ. കേസ് നടത്തിക്കുന്നത് ഞങ്ങളല്ലേ? ഒരു പക്ഷേ ശിക്ഷിച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും. അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും തൂക്കിക്കൊന്നിട്ടേ രാമുവിനെ തൂക്കിലിടുകയില്ല. ഈ നശിച്ച രാത്രി ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുവോനെ? സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളൂ. രാമചേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം വാസന്റെ കൈവിടില്ല. സമാധാനമായി കിടന്നുറങ്ങിക്കൊള്ളൂ. കഴിയാതിരിക്കുക. പ്രസാദം ജഡ്ജിയോട് ശുപാർശ ചെയ്യണമെന്ന് ദൈവങ്ങളോട് പറഞ്ഞു. എന്റെ വ്രതം ഇന്ന് അവസാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പോട്ടെ. വരട്ടെ എന്ന് പറയൂ ചേട്ടാ. എന്റെ പരദൈവങ്ങളെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. തമ്പുരാട്ടി സമാധാനപ്പെട്ടാട്ടെ. കുഞ്ഞിന് ഒരാപത്തും വരികയില്ല. എനിക്കൊരു ഇത്തിരി അരി നനച്ചിടാനും ഒരന്തിത്തിരി കൊളുത്താനും ആകെ ഉള്ളതാ. അവനെ അങ്ങനെ ദൈവം അകറ്റു. അമ്മാവൻ സമാധാനത്താണ്. രാമുവിനെ വെറുതെ വിട്ടു. ഞാൻ പോയാലും അച്ഛൻ ഇവരൊക്കെ ഇല്ലേ അച്ഛാ? മോനെ, ഞാൻ ഒരുത്തനെ പോകുന്നുണ്ട്. പക്ഷെ ഈ വീട്ടിന് ഈ നാട്ടിൽ 1000 മക്കളുണ്ട്. എന്തായാലും വിളിച്ചിരിക്കണേ. ചേട്ടൻ പോയിട്ട് വരട്ടെ. ചേട്ടൻ പോയിട്ട് വരട്ടെ. വാസു, എന്തിനാ ചേട്ടൻ കരയണേ? എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ഞാൻ പോയിട്ടില്ല. പ്രതിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കൃത്യം കണ്ടതായി പറയുന്ന സാക്ഷികൾ പോലും പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. സ്വാമി എന്തായി? ജയിച്ചു ജയിച്ചു ജയിച്ചു. തണ്ണി തണ്ണി വെള്ളമാണ് കേട്ടാവേ. നമുക്ക് അടുത്ത വർഷം പോയി ഘോഷിക്കാവുന്ന കാര്യം പറ. അവനെ പോലീസ് കൊണ്ടുപോയോ? ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെ അവനകത്തായി. സാർ, അവൻ പുറത്തായി. അവനെ വെറുതെ വിട്ടു സാർ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ പേരിൽ ഒരു അവിശ്വാസ പ്രമേയ അവതരണത്തിന് വീണ്ടും അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷം മെമ്പർമാരും ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സഭയുടെ അനുവാദത്തോടെ ഞാൻ പ്രമേയ അവതരണത്തിന് ബന്ധപ്പെട്ട മെമ്പറെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ പഞ്ചായത്തിന്റെ ഭരണം അഴിമതിയും ക്രമക്കേടുകളും കൊണ്ട് അനുദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തുകകളെല്ലാം പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് കൃത്രിമ രേഖകളുണ്ടാക്കി തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ തെളിവാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുളം വെട്ടിക്കാതിരുന്നത്. പൊതുവഴിക്ക് വേണ്ടി നാട്ടുകാർ സമാധാനമായി മുന്നോട്ട് വന്നിട്ട് അതിനടിച്ചമർത്താൻ ശ്രമിച്ചതും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനപ്പെടുത്തി തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതും വ്യക്തമായ ഉദാഹരണങ്ങളാണ്.
ഇത്തരം അഴിമതികൾക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നതായി തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവരുടെ മേലും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിനാൽ ഈ പ്രസിഡന്റിന്റെ പേരിൽ ഈ സഭയ്ക്കുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്നു. ഈ പ്രമേയം വോട്ടിനിടുകയാണ്. ഇതിനെ അനുകൂലിക്കുന്ന മെമ്പർമാർ കൈപൊക്കി അംഗീകാരം വ്യക്തമാക്കണം. അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു. സ്വാമി എന്തിനാ കൊളക്കടവിന് എന്റെ പുറകെ വരുന്നത്? എങ്ങനെ വരാതിരിക്കും? ആണായി പിറന്നു പോയില്ലേ? ആ സ്വാമി ഇരിക്കണം, ഞാനിപ്പോ വരാം. സ്വാമി എന്താ വന്നത്? ഇവിടെ ഒന്നും ഇരിപ്പില്ല. എന്റെ പൊന്ന് രംഗമ്മ, ഞാൻ ഇപ്പോൾ വന്നത് അതിനല്ല. എനിക്കൊരു 500 rupees വേണം. വൈഫിന്റെ വളരെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാമിക്ക് എന്താ ഇത്ര പണത്തിന് അത്യാവശ്യം? തങ്കമ്മയുടെ എന്ത് കാര്യവും തുറന്നു പറയാമല്ലോ. ഓഫീസ് കണക്കിൽ ഒരു 5000 രൂപ കുറവ്. നാളെ പരിശോധനയ്ക്ക് ആൾ വരുന്നുണ്ട്. സംഗതി ആകെ കുഴപ്പം. അതിന് 500 കിട്ടിയിട്ട് എന്ത് ഫലം? ബാക്കി പ്രസിഡന്റ് എടുത്തതാണ്. എന്റെ കണക്ക് ശരിയാക്കിയില്ലെങ്കിൽ നാളെ ഊണ പൂജപ്പറയലാണ്. ഏതായാലും സ്വാമി നാളെ രാവിലെ വാ. തങ്കമ്മ എന്താ സ്വാമി? തങ്കമ്മ, മുതലും പലിശയുമായി ഇത്രയേ ഉള്ളൂ. ഇതിനുള്ള മരുന്ന് കിട്ടാൻ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് തങ്കമ്മ. നമ്മുടെ ചിഹ്നം ഇപ്പൊ എന്തിനാ മുട്ടായി വന്നത്? ഇവിടെ കണ്ടമാനം മുട്ടായി തിന്നാൽ ഷുഗർ കംപ്ലൈന്റ് ഉണ്ടാകും. മാറ്റമേ പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, പാലൻ ചിഹ്നം, പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം. നേരാണോ താനീ പറയുന്നത്? വാസന്തി അകത്തുണ്ടല്ലോ, വിളിച്ചു ചോദിക്കണം. വാസന്തി, വാസന്തി, ഏയ്, നീ നിന്റെ കൂട്ടുകാരോട് ചേർന്ന് ആ റൗഡി രാമുവിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് കേട്ടത് സത്യമാണോ? നിന്റെ അച്ഛനെതിരായി നീ? ക്ഷമിക്കണം അച്ഛ, ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ എന്റെ അച്ഛനേക്കാളും യോഗ്യൻ രാമുവേട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസന്തി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്തു പറഞ്ഞേ? എന്താ വൃത്തിക്കളഞ്ഞത്? തല്ലു, മതിയാവോളം തല്ലു. പക്ഷേ എന്നെ കൊന്നാലേ ഞാൻ പറഞ്ഞ വാക്കിന് മാറ്റം വരികയുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഇതിന് ഞാൻ അവനോട് പകരം ചോദിക്കും. അവൻ നിന്നെ, എന്റെ മകളെ നശിപ്പിക്കാൻ ധൈര്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നെ ആരും നശിപ്പിച്ചിട്ടില്ല അച്ഛാ, എന്നെ ആർക്കും നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ എന്റെ അച്ഛൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട്. ഓടിയാകത്ത്. ദാസപ്പ, ഇവളുടെ മുമ്പിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ എന്നെ വഞ്ചിക്കാൻ ആ തെന്നെ ഞാൻ അനുവദിക്കില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി.
രണ്ടിനെയും ഞാൻ... അയ്യോ സാർ തല്ലരുത്, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ് സാർ. ബ്രാഹ്മണനോ? അതെ സാർ. താനെന്തിനാ പോസ്റ്റർ കീറിയത്? അയ്യോ അത് പച്ചക്കറി വാങ്ങിക്കാൻ പേപ്പർ ഇല്ലാതുകൊണ്ട് കീറിപ്പോയതാണ് സാർ. ഓഹോ, അത് ഈ പച്ചക്കറി ആയിരിക്കും. അയ്യോ അത് വയറ്റുവേദനയ്ക്കുള്ള മരുന്നാണ് സാർ. എന്നാലേ ഞാനൊരു മരുന്ന്... എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കഴിഞ്ഞ കാലം അത്രയും ഇവിടെ ഈ പഞ്ചായത്തിൽ എന്ത് നടന്നു എന്ന് നിങ്ങൾക്കേവർക്കും നല്ല പോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും മാത്രം സന്തതിയായ മിസ്റ്റർ രാഘവൻ നായർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വന്തം പള്ളവീർപ്പിക്കാൻ വേണ്ടി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും സ്വന്തം ബന്ധീനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന സത്യം നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു കൊള്ളക്കാരനെ വേണോ, അതോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധമായി നിൽക്കുന്ന ശ്രീ രാമു MA വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് കലപ്പയും കാളയും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ രാമുവിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ റൗഡി രാമുവിനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ അരി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം അവരെയെല്ലാം ബിച്ചുവയും കടാറയും കണ്ടകൂടാതെയുമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മലയാളത്തിൽ പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് സ്ഥാനമാനങ്ങളിലൊന്നും തീരെ ആഗ്രഹമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് മോഹിച്ചതുമല്ല. നാട്ടുകാരുടെ നിരന്തരമായ നിർബന്ധവും പ്രേരണയുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. രാഷ്ട്രീയത്തിന്റെ മറപറ്റി പ്രസിഡന്റ് എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഒരു മനുഷ്യനും അയാളുടെ കുറെ ശിങ്കടികളും ചേർന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിവരുന്ന അഴിമതിയും അക്രമവും അവസാനിപ്പിക്കേണ്ടത് ഒരാവശ്യമായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചതാണ്. ഇത്തരം രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. പകരം അർഹതയുള്ള ജനസേവകരെ തിരഞ്ഞെടുത്തയക്കുക. അതിന് ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. 4-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം. ആകെ പോൾ ചെയ്ത വോട്ട് 2003. ശ്രീമാൻ രാമുവിന് ലഭിച്ച വോട്ട് 1800. ശ്രീമാൻ രാഘവൻ നായർക്ക് ലഭിച്ച വോട്ട് 94. അസാദ് 109. ശ്രീമാൻ രാമു 4-ാം വാർഡിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ രാഘവൻ നായരേക്കാൾ 1706 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ എന്റെ മോനാണ്. ലക്ഷ്മി കുട്ടി അമ്മേ, നമ്മുടെ മോൻ ഇന്ന് ആരാ? ഒന്നാമത്തെ പൗരൻ
ജോലി കിട്ടിയല്ലോ. ഇനി പിന്നെന്തിനാണ് ഈ സർക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ. അയ്യോ ചാത്ത ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാം. നീ നടുക്കാനോട്ട് സ്വീകരണത്തിനുള്ള നീ ഇങ്ങോട്ട് വന്നു. അവന് മോൻ ഇരിക്കാൻ ഒരു നല്ല കസേരയില്ലല്ലോ. നമ്മുടെ രാമു നമ്മുടെ രാമു 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 നീ ഇപ്പോ ഒരു വലിയ മനുഷ്യനാണ്. എന്നാലും മണ്ണിനോടുള്ള ബന്ധം മറന്നു കളയുന്നു മോനെ. കാപ്പ് കുടിക്കാൻ നിങ്ങൾ എല്ലാവരും വരണം. എല്ലാവരും കാപ്പ് കുടിക്കാൻ വരണം. വേണം. അയ്യോ ഇത് ചായക്കടയോ ചായക്കടയോ? അപ്പൊ പിന്നെ തങ്കമ്മേ ഞാൻ പോയി പശുവിനെ കറിച്ച് പിന്നെ വരാം. നിൽക്കൂടെ നീ ഇത്രയും നാൾ കറന്നതെല്ലാം മതി. നിന്റെ ഒരു കറപ്പ്. എന്റെ പൊന്ന് ഹേമാന്യ, ഞാൻ നിരവധിയാണ്. ഇവിടെ ഒരിക്കലും വേലയുണ്ട്. ചാരായക്കടയിൽ ചായ വിൽക്കല്ലേ, ചായക്കടയിൽ ചാരായം വിൽക്കല്ലേ എന്ന് പലതവണ ഞാനിപ്പോഴും പറഞ്ഞു. ഇവിടെ ഒരിക്കലും വേലയുണ്ട്. നമ്മൾ പശുവിനെ കറിച്ച് നിൽക്കണോ? ഇവനത് കണ്ടോ? എന്തോ പിടിക്കോ? തങ്കപ്പേ ഇതെങ്ങനെ വന്ന്? ഇത് ആകാശം ഒന്നടാ. എടീ ഇവിടെ ചാരായക്കത്ര മാത്രമേ അതോ അതിന്റെ ചോദിക്കണം? അവിടെ കണ്ടാൽ അറിഞ്ഞൂടെ? എടീ നിന്നോടാ ചോദിച്ചത്. അത് മാത്രമുള്ള അയ്യോ നടക്കണോ? തങ്കപ്പേ പശു കയറ് പൊട്ടിച്ചാണ് ഞാനതിനെ കെട്ടിട്ട് പിന്നെ നടക്കണോ? അപ്പൊ പിന്നെ ഞാൻ പോയി പശുവിനെ കെട്ടിയിട്ടും പിന്നെ വരാം. അച്ഛമ്മോളുടെ തലയൊക്കെ ചീക്കി ഭംഗിയായിട്ട് കെട്ടിത്തരാം കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാളെ പരീക്ഷയല്ലേ? ഇങ്ങോട്ട് തരും, ഞാൻ ഒരുക്കാം. ഞാൻ ഒരുക്കിക്കോളാം. വേണ്ട, അച്ഛൻ അറിഞ്ഞൂടെ, ചേച്ചി മതി. അയ്യോ അങ്ങനെ പറയില്ലേ മോളെ. അച്ഛന്റെ വിചാരം അച്ഛനെ എല്ലാം അറിയാമല്ലോ. മോക്ക് ഏത് ഉടുപ്പാ വേണ്ടത്? ചേച്ചിയോട് ചോദിച്ചാ മതി. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാമു, അവൾ ഞാൻ എന്റെ സഹോദരിയോടാണ് സംസാരിക്കുന്നത്. ചേട്ടാ ഞാൻ ഇവളെ ഒരുക്കുകയായിരുന്നു. അവൾ ഒരുക്കാൻ നീ അവളുടെ അമ്മയോ അതോ ആയോ? മേലാൽ ഇവിടെ വന്നു പോരുത്. രാമു എന്താ? ഞാൻ എന്നാ വന്നോട്ടെ. എന്താ കൂടെ താമസിപ്പിച്ചോളാം. നിനക്കിഷ്ടാണോടി? ഇവിടെ തമാശയല്ല വാസു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരത്തെ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ തമ്മിൽ അതറിഞ്ഞിട്ടുമില്ല. ഒരു നല്ല കാര്യത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല, ഇനി നിൽക്കുകയില്ല. അവൻ ജയിച്ചത് സഹിക്കും. പക്ഷെ ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും പോട്ടെ, അവനിപ്പോ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എന്റെ വീട്ടിലും അവൻ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുക. എന്റെ മകളെ അത് നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതല്ലേ ഉള്ളൂ. നിന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ മകളെ നീ വിവാഹം കഴിക്കും? എന്തായി ചോദിക്കുന്നത്? എന്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ മകളെ, അതായത് എന്റെ അളിയന്റെ മകളെ എന്ന് വെച്ചാൽ എന്റെ മകൾക്ക് സമമായ എന്റെ അനന്തരവളെ നീ വിവാഹം കഴിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറ്റാരെങ്കിലുമാണ് ഇത് ചോദിച്ചിരുന്നതെങ്കിൽ. എന്നാൽ അവന്റെ സഹോദരി എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അല്ലെങ്കിൽ അവൾ എന്നിൽ നിന്ന് ഗർഭം ധരിക്കെങ്കിലും ചെയ്യും. രാഘവൻ നായരെ അവൻ ശരിക്കും മനസ്സിലാക്കി.
എനിക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട. പക്ഷേ ഞാൻ പറയുന്നത് ചെയ്യാം. ഇതുവരെ എങ്ങനെയാണല്ലോ, പിന്നെന്താ സംശയം? സാധുമറിമേ, നമ്മുടെ വാസു കാർ ആക്സിഡന്റ് പെട്ട് ആസ്പത്രിയിലാണ്. വളരെ സീരിയസ് ആണ്. കുട്ടിയെ കാണണം. കാർ വന്നിട്ടുണ്ട്. വരൂ 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 വരൂ. ഞാനും വരുന്നുണ്ട്. സ്വാമി, ഓഫീസർ ഭയങ്കര ദേഷ്യത്തിരിക്കാൻ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലാം. ഓഫീസർ വീട്ടിൽ നിന്നും വൈഫുമായിട്ട് പണങ്ങി വന്നിരിക്കും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ദേഷ്യം. രണ്ടുപേരും അങ്ങോട്ട് ഉടനെ ചെല്ലാൻ പറഞ്ഞു. ഇടാ, വീട്ടിൽ വൈഫ് വഴക്ക് പറയുന്നത് നമ്മളെന്ന് പേച്ചു. നല്ല കുഴപ്പമുണ്ടായിരിക്കുമോ? സ്വാമി വാ. അഴിമതിക്കും കൈക്കൂലിക്കും എതിരായി ഗവൺമെന്റ് നിങ്ങളുടെ രണ്ടുപേരുടെയും മേൽ നടപടി എടുത്തിരിക്കുന്നു. ഇതാ സസ്പെൻഷൻ ഓർഡർ. പിടിക്കണം. മിണ്ടിപ്പോരും, കുന്നുകളെ മിണ്ടിപ്പോരും. അനങ്ങിപ്പോരുത്, കുന്നുകളെ. വണ്ടി നിർത്ത്. ശാന്തി, വാസു വണ്ടി തിരികെ. രാമും വാസും പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കാർ പൊട്ടിക്കുന്നു മാറ്റിയിട്ടിരിക്കാൻ.
വാസു, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. വാസു, ദാ കാറ്, വാ. ശാന്തിയോടെ? ഏത് ശാന്തി? ഇവിടെ ഒരു ശാന്തിയില്ല. ശാന്തി ഇത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നാണ് അനിയത്തി. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.